കഥ തുടരുന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും കല്യാണക്കാര്യം ശ്യാം വെളിപ്പെടുത്തി. എടാ പഹയ, താൻ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നോ? ഈ ലാസ്റ്റ് മിനിറ്റിലാണല്ലോ ഞങ്ങൾ അറിയിച്ചത്. അതിരിക്കട്ടെ, പെണ്ണെന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? യൂസഫ് ചോദിച്ചു. എറണാകുളത്താണ്, ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൽ. അപ്പോൾ എന്ത് ചെയ്യും? എറണാകുളം തൃശ്ശൂർ യാത്ര ഇത്തിരി കടുപ്പമാണ്. ബാങ്കായതുകൊണ്ട് സമയത്ത് എത്തിച്ചേരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടിക്ക് ഇങ്ങോട്ടൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുക, അതാ നല്ലത്. കല്യാണം കഴിച്ചാൽ ഒന്നിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ? പ്രമീളാദേവി പറഞ്ഞു. പ്രമീളയുടെ ഭർത്താവ് ദുബായിലാണ്. 10 മണിയായതോടെ ബാങ്ക് സജീവമായി. അതോടെ ശ്യാമിന് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. എങ്കിലും സ്വാതിയുടെ കാര്യം അയാൾക്ക് ഓർമ്മ വരാതിരുന്നില്ല. അവളെ അറിയിക്കണ്ടേ? വേണം, പറയാതിരിക്കുന്നത് ശരിയല്ല. അന്ന് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അയാൾ സ്വാതിയുടെ മൊബൈലിലേക്ക് വിളിച്ചു. ബെല്ലടി തീരാറായിട്ടും അവൾ കോൾ എടുത്തില്ല. ചിലപ്പോൾ അവൾ ഇനി സംസാരിക്കുകയില്ലെന്ന് അയാൾക്ക് തോന്നി. ഹലോ, പെട്ടെന്ന് കോൾ എടുക്കപ്പെട്ടു. പക്ഷെ അത് സ്വാതിയായിരുന്നില്ല, അവളുടെ അമ്മയാണെന്ന് അയാൾക്ക് തോന്നി. ഞാൻ ശ്യാമാണ്. മനസ്സിലായി മോനെ, ഞാൻ അവളുടെ അമ്മയാണ്. സ്വാതി കോൾ എടുക്കാതെ മൊബൈൽ അമ്മയെ ഏൽപ്പിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു കാര്യം പറയാനാണ് അമ്മേ ഞാനിപ്പോൾ വിളിച്ചത്. എൻ്റെ കല്യാണം തീരുമാനിച്ചു. ഈ മാസം 21-നാണ്. ഏതാണ് പെണ്ണ്? ഗാഥയെക്കുറിച്ച് ഒരു ചെറു വിവരണം എനിക്ക് കൊടുത്തു. സ്വാതിയോട് വിവരം പറയണം. ഞാൻ കാർഡ് അയക്കാം. കല്യാണത്തിന് വരണം. സ്വാതിയുടെ വിവാഹവും എന്നെ അറിയിക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടി വരാം. വേണ്ട മോനെ, അതൊന്നും ശരിയല്ല. ഇനി നിങ്ങൾ തമ്മിൽ ഒരിക്കലും കാണാൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കൂ. എൻ്റെ ആശംസകൾ. പെട്ടെന്ന് കോൾ കട്ടായി. ശ്യാമിന് വിഷമമൊന്നും തോന്നിയില്ല. സ്വാതിയുടെ അമ്മ പറഞ്ഞതാവണം ശരി. പഴയ ബന്ധത്തിൻ്റെ പുതുക്കൽ നടത്താതിരിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. പക്ഷേ കല്യാണക്കാരെ അറിയിക്കുക എന്നത് ഒരു മര്യാദയാണ്. അത് തുടർന്നു. രാത്രിയിൽ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു. നാളെ മുതൽ വീട് പെയിൻറ്റ് ചെയ്ത് തുടങ്ങും. വെഡ്ഡിംഗ് കാർഡ് നാളെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. 3 ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കോഴഞ്ചേരിന്ന്. നീ 2 ദിവസം ലീവ് എടുത്ത് വന്ന് വരണം. കല്യാണ ഡ്രസ്സ് എടുക്കാറുണ്ടായോ? പിന്നെ സ്വർണവും മേടിക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ അച്ഛാ? എറണാകുളത്ത് നല്ല കടകളുണ്ടല്ലോ, അവിടുന്ന് സ്വർണവും ഡ്രസ്സുമൊക്കെ എടുക്കാം. കല്യാണ സാരി സെലക്ട് ചെയ്യാൻ അവിടുന്നാകുമ്പോൾ ഗാഥയെ കൂടി വിളിക്കാം. അത് നല്ല ഐഡിയ ആണ്. ഞാൻ അമ്മയോട് പറയാം. നിങ്ങളവിടെ നിന്ന് വെളുപ്പിന് പുറപ്പെട്ടാൽ മതി. എനിക്ക് ഇവിടുന്ന് രാവിലെ വന്നാൽ മതിയല്ലോ. വെറുതെ 2 ലീവ് കളയണ്ട. ഒരു ദിവസം കൊണ്ട് എല്ലാം നടത്താം. എന്നാൽ അത് മതി. പിറ്റേന്ന് ബാങ്കിലിരിക്കുമ്പോൾ ശ്യാമിനെ ചീഫ് മാനേജർ വിളിപ്പിച്ചു. അയാൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലേക്ക് ചെന്നു. കൺഗ്രാറ്റ്സ്. അദ്ദേഹം അയാളുടെ നേരെ കൈനീട്ടി. കാര്യമറിയാതെ ശ്യാം കൈപ്പിടിച്ച് കുലുക്കി. എന്താണ് സാർ? ശ്യാമിന് അടുത്ത ഗ്രേഡിലേക്ക് പ്രൊമോഷൻ. ഓർഡർ വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആലുവയ്ക്ക് ട്രാൻസ്ഫറും. താങ്ക് യു സാർ. അടുത്ത 1-ാം തീയതി മുതൽ ആലുവയിലായിരിക്കും. കല്യാണം കഴിഞ്ഞ് അവിടെ ജോയിൻ ചെയ്താൽ മതി. ബാങ്കിൽ എല്ലാവരും ശ്യാമിനെ അഭിനന്ദിച്ചു. അന്ന് രാത്രിയിൽ അയാൾ ഗാഥയെ വിളിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് പ്രൊമോഷനാണ്, ആലുവയ്ക്ക് ട്രാൻസ്ഫറും. ഒക്കെ ഗാഥ കാരണമാണ്. ഞാനോ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, നമ്മുടെ വിവാഹം തീരുമാനിച്ച ശേഷമല്ലേ രണ്ടും സംഭവിച്ചത്. നമ്മുടെ രണ്ടുപേരുടെയും ഭാഗ്യമാണ് ശ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി. ഡ്രസ്സ് എടുക്കാൻ വീട്ടിൽ നിന്ന് എറണാകുളത്തിനാണ് വരുന്നത്. ഈ ആഴ്ച ഒരു ദിവസം ഗാഥയ്ക്ക് ലീവ് എടുക്കാമോ? പിന്നെന്താ, എന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ നീട്ടണ്ട. മറ്റന്നാളായാലോ? ഞാൻ വരാം. ജീവിതം വളരെ മനോഹരമാണെന്ന് ശ്യാംകുമാറിന് തോന്നി. 14-ാം തീയതി കാലത്ത് രാധാകൃഷ്ണൻ 10 ദിവസത്തെ ലീവിന് നാട്ടിലെത്തി. ഞായറാഴ്ചയായത് കാരണം ഗാഥ അന്ന് വീട്ടിലുണ്ടായിരുന്നു. വീടാകെ മാറിപ്പോയല്ലോ, അയാൾ സന്തോഷത്തോടെ പറഞ്ഞു. പെയിൻറ്റ് ചെയ്ത് വീട് മനോഹരമാക്കിയിരുന്നു. പുതിയ ഡോർ കർട്ടനും വിൻഡോ കർട്ടനും ഇട്ടിരുന്നു. വീടിൻ്റെ പരിസരം മുഴുവൻ പുല്ല് ചെത്തി വെടുപ്പാക്കിയിരുന്നു. ഇത്രയൊക്കെയേ നടന്നുള്ളൂ രാധേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഞാൻ ലീവിലാണ്, യമുന പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വീട്ടിലില്ലാതെ ഇതൊന്നും നടക്കത്തില്ല യമുനെ. ഇനി സാരമില്ല, ഞാനുണ്ടല്ലോ. 25-നല്ലേ രാധേട്ടന് തിരികെ പോകേണ്ടത്? ഞാനും അന്ന് വരെ ലീവിലാണ്. അത് നന്നായി. എല്ലാം കേട്ടുകൊണ്ട് ഗാഥയെ അപർണയും നിൽക്കുന്നുണ്ടായിരുന്നു. മോൾ എന്നു മുതലാണ് ലീവ് എടുക്കുന്നേ? രാധാകൃഷ്ണൻ ചോദിച്ചു. കല്യാണം ഞായറാഴ്ചയല്ലേ? വ്യാഴാഴ്ച വരെ ഓഫീസിൽ പോകാമെന്ന് വിചാരിക്കുന്നു. 2 ദിവസം മുമ്പ് വന്നാൽ പോരെ? അത് മതി. കല്യാണം കഴിഞ്ഞു കുറേ ദിവസം ലീവ് വേണമല്ലോ. നാളെ കഴിഞ്ഞല്ലേ മോൾ പോകൂ? അതെ. പിറ്റേന്ന് ഡ്രസ്സും സ്വർണവും എടുക്കാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവർ. താൻ കൂടി വന്നിട്ട് മതിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഓഫീസിലുള്ളവരെയും എൻ്റെ മറ്റു കൂട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ ഞങ്ങൾ ക്ഷണിച്ചു കഴിഞ്ഞു. ചിലരെയൊക്കെ ക്ഷണിക്കാൻ രാധേട്ടനും വരണം. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. നാളെ കഴിഞ്ഞ് നമുക്ക് 2 പേർക്കും കൂടി പോകാം. രാധാകൃഷ്ണൻ വന്നതോടെ വീട്ടിൽ എല്ലാവർക്കും ഉത്സാഹമായി. അപ്പോഴാണ് അത് ശരിക്കും കല്യാണ വീടായത്. പിറ്റേന്ന് അവർ 4 പേരും കൂടി പോയി വധുവിന് ആവശ്യമുള്ള സ്വർണം വാങ്ങി. എല്ലാവർക്കും ഡ്രസ്സും എടുത്തു. കല്യാണത്തിന് ഒരു ദിവസം മുമ്പേ വീട്ടുമുറ്റത്ത് ഷാമിയാന കെട്ടാൻ ഏർപ്പാട് ചെയ്തു. ചായ സൽക്കാരത്തിനും കാറ്ററിംഗുകാരുമായി ബന്ധപ്പെട്ടു. ഇടയ്ക്ക് 2 തവണ ഫോണിൽ ഗോപാലകൃഷ്ണൻ സാറും രാധാകൃഷ്ണനും തമ്മിൽ സംസാരിച്ചു. 2 പേർക്കും സന്തോഷമായി. തിരക്കാണ്, അല്ലെങ്കിൽ ഞാനങ്ങോട്ടൊന്ന് വരാമായിരുന്നു, രാധാകൃഷ്ണൻ പറഞ്ഞു. വേണ്ട, നമുക്ക് 4-5 ദിവസത്തിനുള്ളിൽ കാണാമല്ലോ. ചൊവ്വാഴ്ച രാവിലെ ഗാഥ എറണാകുളത്തിന് തിരിച്ചുപോയി. മിക്ക ദിവസവും അവളുമായി ശ്യാം ഫോണിൽ സംസാരിച്ചു. ആറന്മുളയിലെ വിശേഷങ്ങൾ അയാളും ചൂരനാട്ട വിശേഷങ്ങൾ അവളും കൈമാറി. ഗാഥയ്ക്ക് കൊടുക്കാനുള്ള വിവാഹ സമ്മാനത്തെക്കുറിച്ച് ഓഫീസിൽ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഫൗസിയായിരുന്നു അതിന് മുൻകൈയെടുത്തത്.
സന്തോഷത്തിനിടയിലും ഗാദിയുടെ മുഖത്ത് എന്തോ ഒരു വിഷമത്തിൻ്റെ നേരിയ നിഴൽ ഫൗസിയെ കണ്ടുപിടിച്ചു. എന്ത് പറ്റിയടി നിനക്ക്? ഫൗസിയെ ചോദിച്ചു. ഒന്നുമില്ല. ഹോസ്റ്റൽ മുറിയിലായിരുന്നു അവർ. ഗാദയെ പിടിച്ച് ഫൗസിയെ അഭിമുഖമായി നിർത്തി. അല്ല, എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്, എന്നോട് പറ. 21-നാണ് എൻ്റെ മാരേജ്. അതെ, ഇനി വെറും 3 ദിവസം കൂടി മാത്രം. കഴിഞ്ഞ 21-ന് ഞാൻ എവിടെയായിരുന്നെന്ന് അറിയാമോ? ഫൗസിയ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. പുനലൂരിൽ. അത് ഞാൻ ഓർത്തില്ല. കൃത്യം 1 മാസം കഴിഞ്ഞ എൻ്റെ കല്യാണം. അത് കാര്യമാക്കാനല്ല, ഫൗസിയ പറഞ്ഞു. കാര്യമാക്കാനുണ്ട്. പതിവനുസരിച്ച് ഇന്നലെ എനിക്ക് പീരിയഡ്സ് ആകേണ്ടതായിരുന്നു. ഇന്ന് ഇതുവരെ ആയിട്ടില്ല. ആകുന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. ഫൗസിയ ഞെട്ടി. ഗായതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉള്ളിലെ ക്ഷോഭം കൊണ്ട് അവളുടെ മാറിട ഉയർന്നു താഴ്ന്നു. ഗാദേ, നിനക്ക് സംശയം വല്ലതുമുണ്ടോ? മടിച്ച് ഫൗസിയെ ചോദിച്ചു. എനിക്കറിയില്ല ഫൗസി, എനിക്കൊന്നും അറിയില്ല, അവൾ പൊട്ടിക്കരഞ്ഞു. ഫൗസി അവളെ ചേർത്ത് പിടിച്ചു. ചുമലിൽ മെല്ലെ കൈത്തട്ടി ആശ്വസിപ്പിച്ചു. നാളെ എപ്പോഴാണ് നീ വീട്ടിലേക്ക് പോകുന്നത്? ഇന്ന് വൈകുന്നേരം തന്നെ ചെല്ലണമെന്ന് അമ്മ പറഞ്ഞത്. ഇതുകൊണ്ട് ഫൗസി ഞാനിന്ന് പോകാഞ്ഞത്. നാളെ രാവിലെയെങ്കിലും വീട്ടിൽ എന്നെ പ്രതീക്ഷിക്കും. ഉച്ച കഴിഞ്ഞ് പോയാൽ മതിയോ? ഫൗസിയെ ചോദിച്ചു. അതെന്താ? രാവിലെ നമുക്ക് പോയി ഏതെങ്കിലും ഡോക്ടറെ കാണാം. എന്തിന്? രണ്ടിലൊന്നും അറിയാമല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്ത് കാര്യം ഫൗസി? അല്ല, നമ്മുടെ ഒരു മനസ്സമാധാനത്തിന്. നമ്മൾ ഭയക്കുന്നതാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ മനസ്സമാധാനം കിട്ടുമെന്നാണോ ഫൗസി വിചാരിക്കുന്നത്? അങ്ങനെയല്ല കഥ. ഒരു സംശയത്തോടെ നീ വിവാഹ ജീവിതത്തിലേക്ക് കയറുന്നതിലും നല്ലത്. നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ എൻ്റെ കല്യാണമാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ അത് സംഭവിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഫൗസി. എൻ്റെ ഒരു കസിനുണ്ട്, ഡോക്ടർ ജമീല. അവൾ ഗൈനക്കാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മൊബൈൽ എടുക്കാൻ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ച് ഗാഥ തടഞ്ഞു. എന്തിനാണ്? അവളെ കാണാൻ പോകാനില്ല. അവളിപ്പോൾ ഫറൂഖിലാണ്. വിവരങ്ങൾ അറിയാൻ മാത്രമാണ്. ഫൗസിയ മൊബൈലെടുത്ത് ഡോക്ടർ ജമീലയെ വിളിച്ചു. ആദ്യം 2 പേരും സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അത് കഴിഞ്ഞാണ് ഫൗസിയ കാര്യത്തിലേക്ക് കടന്നത്. ജമീല ഒരു സംശയം. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് 28-ാമത്തെ ദിവസമാണ് സാധാരണ പീരീഡ് ആകുന്നത്. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. എന്നിട്ടും 3-4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. പേടിയോ മറ്റു മാനസിക പിരിമുറുക്കമോ ഉണ്ടാകുമ്പോഴും പീരീഡ്സ് വൈകാറുണ്ട്. തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ തീരുമാനം. കാരണം ആദ്യത്തെ കുഞ്ഞിന് 1 വയസ്സായതേ ഉള്ളൂ. ഇപ്പോൾ ടെസ്റ്റ് നടത്തിയാൽ പ്രഗ്നൻസിയാണോ എന്നറിയാൻ പറ്റുമോ? പ്രയാസമാണ്. 40-45 ദിവസമെങ്കിലും കഴിയാതെ ടെസ്റ്റ് ചെയ്താലും കൺഫേം ആക്കാൻ പറ്റില്ല. അവൾക്കിത് വേണ്ടെന്ന് വയ്ക്കാനാണ് ആഗ്രഹം. അത് ഈസിയാണോ? ഫൗസിയ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ഇപ്പോഴാണെങ്കിൽ ഈസിയാണ്. ഒരു ഇഞ്ചക്ഷൻ, പീരിയഡ്സ് ആയിക്കോളും. ശരി ജമീല, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഡോക്ടർ ജമീല പറഞ്ഞതെല്ലാം അവൾ ഗാഥയെ അറിയിച്ചു. ഗാഥ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വേണ്ട ഫൗസി, എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്കറിയില്ലല്ലോ. ഒന്നും സംഭവിച്ചു കാണില്ലായിരിക്കും. ചിലപ്പോൾ ടെൻഷൻ കൊണ്ട് വൈകുന്നതായിരിക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ. അത് ശരിയാണ്. അല്ലെങ്കിൽ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ. ഡോക്ടർ കണ്ട് ഇല്ലായ്മ ചെയ്യിച്ചിട്ട് കതിർ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലാൻ എന്തായാലും ഞാൻ തയ്യാറല്ല. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ധൈര്യം എപ്പോഴും ഉണ്ടായിരുന്നാൽ മതി. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോകാൻ ഗാഥ തയ്യാറായി. ഫൗസി എപ്പോഴാണ് വരുന്നത്? ഓഫീസിൽ എല്ലാവരും മറ്റന്നാൾ രാവിലെ വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നാളെ ഉച്ച കഴിഞ്ഞെത്താം. വരണം. എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. ഞാൻ വരാം. ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് ഗാഥ പോയി. അന്ന് ഉച്ചയായപ്പോൾ ഓഫീസിലേക്ക് ആദർശ് കയറി വന്നു. അയാളുടെ കണ്ണുകൾ ഗാഥയെ തിരയുന്നത് ഫൗസിയെ കണ്ടു. ഗാഥയുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഫൗസിയ എഴുന്നേറ്റ് കൗണ്ടറിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്താണ്? അവൾ ആദർശിനോട് ചോദിച്ചു. ഗാഥ ഇവിടെ. അവൾ വീട്ടിലേക്ക് പോയി. അവളുടെ മാരേജാണ് മറ്റന്നാൾ. പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾക്ക് എങ്ങനെ എന്നെ മറന്ന്? ഹൃദയവേദനയോടെ ആദർശ് ചോദിച്ചു. കാര്യങ്ങളൊക്കെ ഗാഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവളെടുത്ത തീരുമാനം തന്നെയാണ് ശരി. ഗാഥയെ ആദർശ് വിവാഹം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സമാധാനവും കിട്ടുമായിരുന്നോ? അവളെ മരുമകളായി അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ആദർശിൻ്റെ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നോ? അയാൾക്ക് മറുപടിയില്ലായിരുന്നു. അതുകൊണ്ട് ദയവായി അവളെ വെറുതെ വിട്ടേക്ക്. ഇനി കാണാനും സംസാരിക്കാനും ശ്രമിക്കരുത്. ഇല്ല, പക്ഷേ ആരാണ് അവളെ വിവാഹം ചെയ്യുന്നത്? എന്താണ് അയാൾക്ക് ജോലി? അതേക്കുറിച്ച് ആദർശമൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അവൾക്ക് യോജിച്ച ഒരു പുരുഷനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവൾ ഹാപ്പിയാണ്. അതുമാത്രം ഞാൻ വിശ്വസിക്കുകയില്ല. എന്ത്? അവൾ ഹാപ്പിയാണെന്ന് പറഞ്ഞത്? ഫൗസി ഒന്ന് ചിരിച്ചു. സ്ത്രീകൾ പ്രായോഗിക ബുദ്ധിയുള്ളവരാണ്. അത് വഴിയെ മനസ്സിലായിക്കൊള്ളും. എങ്കിൽ നല്ലത്. അവൾ സന്തോഷവതിയായിരിക്കട്ടെ. കൂടുതൽ ഒരക്ഷരം പോലും പറയാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഗാഥയെ ഫൗസിയെ വിളിച്ചു. തന്നെ അന്വേഷിച്ച് ആദർശ് വന്നിരുന്നു. എപ്പോൾ? 12:30 കാണും. അവൾ സംസാരിച്ചതെല്ലാം ഫൗസിയ അവളോട് പറഞ്ഞു. ആ അധ്യായം അങ്ങനെ തീരട്ടെ. വീട്ടിലെത്തിയില്ലേ? ഉവ്വ്, അമ്മയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു, ഗാഥ പറഞ്ഞു. ശരി, നാളെ കാണാം. ഗാഥ ഒരു നിമിഷം ചിന്തയിൽ മുഴുകിയിരുന്നു. ആദർശിനെ അങ്ങനെ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കിവിടാൻ പറ്റുമോ? ജീവനെ പോലെ പരസ്പരം ആഗ്രഹിച്ചവരാണ്. ഒന്നിച്ചിരുന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവരാണ്.
മറക്കാൻ പറ്റില്ല, വെറുക്കാനും സാധിക്കില്ല. മനസ്സിൻ്റെ അനേകം അറകളിലൊന്നിൽ അടച്ച് ഭദ്രമാക്കി വയ്ക്കാനേ കഴിയൂ. അവളൊന്ന് നെടുവീർപ്പിട്ടു. മോളെ ഗാഥേ. പെട്ടെന്ന് മുൻവശത്തെ മുറിയിൽ നിന്ന് രാധാകൃഷ്ണൻ വിളിച്ചു. വരുന്നു ചിറ്റപ്പ. അപർണയുടെ അച്ഛനെ അവൾ ചിറ്റപ്പൻ എന്നാണ് വിളിക്കുന്നത്. രാധാകൃഷ്ണൻ യമുനയെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് 3 വയസ്സാണ്. അയാളെ അങ്ങനെ വിളിക്കാനാണ് യമുന പഠിപ്പിച്ചത്. ഗാഥ എഴുന്നേറ്റ് രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. മൊബൈലിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു അയാൾ. അവളെ കണ്ട് അയാൾ ചെവിയിൽ നിന്ന് മൊബൈൽ മാറ്റിപ്പിടിച്ചു. മോളെ, വീഡിയോഗ്രാഫറാണ് വിളിക്കുന്നത്. നാളെ അയാൾ വരുന്നുണ്ട്. മോളുടെ കുറച്ച് വിഷ്വൽസ് എടുക്കണമെന്നാണ് അയാൾ പറയുന്നത്. എപ്പോൾ വരാൻ പറയണം? രാധാകൃഷ്ണൻ ചോദിച്ചു. അതൊക്കെ വേണോ ചിറ്റപ്പ? അവൾ മടിയോട് ചോദിച്ചു. വേണം. ചില വീഡിയോകളിലും ഞാനത് കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ തൊഴാൻ പോകുന്നതും പാടത്തിൻ്റെ കരയിലൂടെ നടക്കുന്നതും വീട്ടിലെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതും ഊഞ്ഞാലാടുന്നതും. അത് കേട്ട് യമുന ചിരിച്ചു. അതിനിപ്പോൾ ഊഞ്ഞാൽ കെട്ടേണ്ടി വരും. വേണ്ടമ്മേ, നമുക്കൊരു ആട്ടുകട്ടിൽ മേടിച്ചാൽ മതി. സുവർണയുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേ ആഗ്രഹിച്ചതാ നമുക്കും ഒരെണ്ണം മേടിക്കണമെന്ന് അപർണ പറഞ്ഞു. എന്നാൽ ഇപ്പം തന്നെ പോയി മേടിക്കുക. നാളെ വീഡിയോഗ്രാഫർ വരുമ്പോൾ ആട്ടുകട്ടിലുണ്ടാവണ്ടേ? യമുന കളിയാക്കി. തൽക്കാലം ഊഞ്ഞാൽ വേണ്ട ചിറ്റപ്പ. അയാളോട് രാവിലെ വരാൻ പറയൂ, ഗാഥ പറഞ്ഞു. ബ്യൂട്ടി പാർലറിലെ ചേച്ചിയെ കൂടെ വിളിക്കണം, അപർണ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഉള്ള സൗന്ദര്യം മാത്രം മതി, ഗാഥ പറഞ്ഞു. ചേച്ചിക്കല്ല, എനിക്ക് വേണ്ടി വരാനാ പറഞ്ഞത്. വധുവിൻ്റെ അനിയത്തി എന്ന നിലയിൽ എനിക്കൊന്ന് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന അവസരമല്ലേ? അപർണ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഗാഥ ചിരിച്ചെങ്കിലും അവൾ ഉള്ളിൽ നീറുകയായിരുന്നു. മ്ലാനമായ മുഖം കാണിച്ചാൽ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. മുറ്റത്ത് മനോഹരമായ ഷാമിയാന ഉയർന്നിരുന്നു. വീടിൻ്റെ മുൻഭാഗം മുഴുവൻ പലതരം ദീപമാലകൾ കൊണ്ട് ഇലുമിനേഷൻ നടത്തിയിരുന്നു. രാധാകൃഷ്ണൻ ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. വീട്ടിൽ ആകെ ഉത്സവ പ്രതീതി. ബന്ധുക്കളും സുഹൃത്തുക്കളും പിറ്റേന്ന് രാവിലെ മുതൽ സന്ദർശനത്തിന് വന്നുകൊണ്ടിരുന്നു. ചായ സൽക്കാരം കൂട്ടത്തിൽ നടന്നു. വീഡിയോഗ്രാഫർ ദൃശ്യങ്ങൾ പകർത്തി അവൾ എല്ലാറ്റിനും നിന്നുകൊടുത്തു. ഉച്ചയായപ്പോൾ ഫൗസിയ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. അവളെ കണ്ടതോടെ ഗാഥയ്ക്ക് ആശ്വാസമായി. കല്യാണത്തിൻ്റെ തലേദിവസമായതിനാൽ ധാരാളം അതിഥികൾ വന്നു. അവരെ കണ്ടും ചിരിച്ചും സംസാരിച്ചും സമയം പോയതിനാൽ വേറൊന്നിനെക്കുറിച്ചും ഗാഥയ്ക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ ശ്യാംകുമാറിൻ്റെ വിളി വന്നു. ഇടയ്ക്ക് 2-3 തവണ വിളിച്ചിരുന്നുകൊണ്ട് അയാളുടെ നമ്പർ അവൾ സേവ് ചെയ്തിരുന്നു. ഹലോ. അവൾ കോൾ എടുത്തു. ഞാൻ വെറുതെ വിളിച്ചതാണ്. വീട്ടിൽ കുറേ പേരുണ്ടെന്ന് തോന്നുന്നല്ലോ. പശ്ചാത്തലത്തിൽ സംസാര ഉച്ചത്തിലുള്ള ചിരിയും കേട്ടിട്ടാവും അയാൾ അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ സ്ഥിതി ഒട്ടും മോശമല്ല. അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂളുകളിലെ കുറേ ടീച്ചേഴ്സ് ചിരിച്ചു കാണിച്ച് മുഖം വേദനിക്കുന്നു. അതുകൊണ്ട് അല്പം മാറി നിൽക്കുകയാണ്. അയാൾ പറഞ്ഞത് കേട്ട് അവൾ ചിരിച്ചു. അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അവൾ പറഞ്ഞു. ഇവിടെയും അപ്രകാരം തന്നെ. ശരി കഥ, നാളെ കാണാം. ശരി. അവൾ കോൾ കട്ട് ചെയ്തു. ഒരു പാവമാണെന്നും കർക്കശക്കാരനല്ലെന്നും അവൾക്ക് തോന്നി. സൗമ്യമായിട്ട് മാത്രമേ ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. നാളെ കാലത്ത് 6 മണിയാകുമ്പോൾ ബ്യൂട്ടീഷ്യൻ വരുമെന്നല്ലേ പറഞ്ഞത്? മോള് നേരത്തെ കിടന്നുറങ്ങ്, യമുന വന്നു പറഞ്ഞു. ശരിയാ, ഉറക്കമൊഴിക്കണ്ട, ഫൗസിയെ പിന്താങ്ങി. രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഗാഥയുടെ മുറിയിലാണ് ഫൗസിയ ഉറങ്ങാൻ കിടന്നത്. ആ രാത്രി ജീവിതത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ അവസാന രാത്രിയാണെന്ന് ഗാഥ ഓർത്തു. അവിവാഹിത എന്ന നിലയിൽ ഏറ്റവും ഒടുവിലത്തെ രാത്രി. വിവാഹിതയുടെ ആദ്യ രാത്രി നാളെ തുടങ്ങണം. ബ്യൂട്ടീഷ്യൻ 6 മണിക്ക് വന്നു. പിന്നെ എല്ലാം ടൈം ടേബിൾ അനുസരിച്ചാണ് നടന്നത്. മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ് കല്യാണ മണ്ഡപത്തിലേക്ക് യാത്ര. ദക്ഷിണ കൊടുക്കാൻ മുഹൂർത്തമായപ്പോൾ കതിർ മണ്ഡപത്തിലേക്ക് പ്രവേശനം. ഹാളിലെ നിറഞ്ഞു കവിഞ്ഞ അതിഥികളെ സാക്ഷി നിർത്തി താലികെട്ടൽ, പൂമാല ചാർത്തൽ, പുടവ കൊടുക്കൽ എല്ലാം പെട്ടെന്ന് നടന്നു. അടുത്തടുത്തിരുന്നാണ് വരനും വധുവും സദ്യയുണ്ടത്. അതിനുശേഷം വരൻ്റെ വീട്ടിലേക്കുള്ള യാത്ര. വീട്ടിലെത്തിയപ്പോൾ വരൻ്റെ അമ്മ കൊടുത്ത കത്തിച്ച നിലവിളക്ക് വാങ്ങി വലത് കാൽവെച്ച് ഗൃഹപ്രവേശം. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് ഗാഥയ്ക്ക് അനുഭവപ്പെട്ടത്. പമ്പാ നദിയിലെ തീരത്തുള്ള മനോഹരമായ ആ വീടും ചുറ്റിനുമുള്ള പച്ചപ്പും അവൾക്കിഷ്ടമായി. ഗോപാലകൃഷ്ണൻ സാറും സൗമിനി ടീച്ചറും പല്ലവിയും അവളോട് സ്നേഹപൂർവ്വമാണ് പെരുമാറിയത്. പുതിയ വീട്ടിലെ അപരിചിതത്വം അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്യാംകുമാർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. പരമ്പരാഗതമായ ചടങ്ങുകൾ തന്നെ ആവർത്തിക്കപ്പെട്ടു. പാൽ ഗ്ലാസുമായിട്ട് ആണ് ഗാഥ മണിയറയിലേക്ക് കയറി ചെന്നത്. ശ്യാംകുമാർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് ചെന്ന് പാൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വാതിൽ ശബ്ദമുണ്ടാക്കാതെ അടച്ചു. കരയുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. അവളും പട്ടുസാരിയും ആഭരണങ്ങളും അഴിച്ചുമാറ്റി കുളി കഴിഞ്ഞു. പൂക്കളുള്ള പ്രിൻ്റുള്ള സാരിയാണ് ഉടുത്തത്. മുറിയിൽ മുല്ലപ്പൂമൊട്ടിൻ്റെ നേർത്ത സുഗന്ധമുണ്ടായിരുന്നു. ശ്യാം ചെന്ന് ഗാഥയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗാഥേ. എന്തോ? അവൾ വിളി കേട്ടു. ഞാനൊരു സില്ലി ചോദ്യം ചോദിക്കട്ടെ? നിന്റെ സങ്കല്പത്തിൽ എന്നെപ്പോലെ ഒരു ആളാണോ ഉണ്ടായിരുന്നത്? പകരം ഞാനൊരു സില്ലി ചോദ്യം ചോദിക്കട്ടെ? അവൾ മുഖമുയർത്തി അയാളെ നോക്കി. വേണ്ട. അയാൾ അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചു. കല്യാണം പ്രമാണിച്ചുള്ള കുറേ ദിവസത്തെ അലച്ചിൽ കാരണം യമുനയ്ക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അത് കാരണം കിടന്നത് മാത്രമേ അറിഞ്ഞുള്ളൂ. അപ്പോൾ തന്നെ ഉറങ്ങി. പുലർച്ചെ എപ്പോഴോ ആണ് അവൾ ഉണർന്നത്. മുറിയിൽ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ചരിഞ്ഞു കിടന്നുറങ്ങുന്നത് അവൾ കണ്ടു.
അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഗാഥയുടെ വിവാഹം ഭംഗിയായി നടത്തി. നല്ല മനസ്സിൻ്റെ ഉടമയാണ് അയാൾ. ഗാഥയെയും അപർണയെയും ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. ഗാഥ വേറൊരാളിൻ്റെ മകളാണെന്ന വേർതിരിവേയില്ല. യമുന ആലോചിച്ച് കിടക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ ഉണർന്നത്. അയാൾ അവർക്ക് നേരെ തിരിഞ്ഞു കിടന്നു. സമയം എത്രയായി? അയാൾ ചോദിച്ചു. യമുന ക്ലോക്കിലേക്ക് നോക്കി. 6:30. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം. അവർ എഴുന്നേൽക്കാൻ തുടങ്ങി. ധൃതിയില്ല, കുറച്ച് കഴിയട്ടെ. അയാൾ കൈയെടുത്ത് അവരെ ചേർത്ത് പിടിച്ചു. എനിക്ക് മറ്റന്നാൾ പോകണം. യമുനയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നു. 10 ദിവസത്തെ ലീവ് എടുത്താണല്ലോ ദുബായിൽ നിന്ന് അദ്ദേഹം വന്നത്. അതിനു മുമ്പ് മോൾ ഇങ്ങോട്ട് വരുമോ? അയാൾ ചോദിച്ചു. നമ്മൾ ചെന്ന് വിരുന്നിന് ക്ഷണിക്കണം, അതാണ് പതിവ്. എന്നാൽ ഇന്ന് തന്നെ പോകാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവർ വരേണ്ടി വരും. നാളെ ചൊവ്വയല്ലേ, നല്ല ദിവസമല്ല, യമുന പറഞ്ഞു. അത് അവർക്ക് അസൗകര്യമാകുമോ? ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്തായാലും നമുക്ക് പറഞ്ഞു നോക്കാം. 9 മണിയായപ്പോൾ ശ്യാംകുമാറിനെ രാധാകൃഷ്ണൻ വിളിച്ചു. ഗുഡ് മോർണിംഗ് അച്ഛാ. ശ്യാം ഉടൻ തന്നെ ഫോൺ എടുത്തു. വെറുതെ വിളിച്ചതാണ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഉവ്വ്, ഞാനും ഗാഥയും കൂടി രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നേയുള്ളൂ. അവിടുത്തെ നാട് പോലെയല്ലോ ഇവിടുത്തെ നാട്. ഗാഥയ്ക്ക് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അവൾ. നന്നായി. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനായിരുന്നു. മറ്റന്നാൾ എനിക്ക് ലീവ് കഴിഞ്ഞ് പോകണം. അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ടൊന്ന് വന്നാൽ സന്തോഷമായിരുന്നു. അതിനെന്താ, ഇന്ന് തന്നെ ഞങ്ങൾ വരാച്ചാ. ഗാഥയ്ക്കും വലിയ സന്തോഷമാകും. ഉടൻ തന്നെ ശ്യാം സമ്മതിച്ചു. അവിടെ വന്ന് വിരുന്നിന് വിളിക്കുന്ന ചടങ്ങുണ്ടെന്നാണ് അമ്മ പറയുന്നത്. പണ്ട് കാലത്ത് വിവരങ്ങൾ അറിയാൻ ഇപ്പോഴത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നേരിട്ട് ചെന്ന് പറയുകയും നിവൃത്തിയുള്ളായിരുന്നു. ക്ഷണിക്കണമെങ്കിൽ തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ശ്യാമിൻ്റെ ആ കാഴ്ചപ്പാട് രാധാകൃഷ്ണന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ചെറുപ്പക്കാരായാൽ ഇങ്ങനെ വേണം. പഴയ മാമൂലുകളിൽ പിടിച്ച് തൂങ്ങാതെ പ്രായോഗികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ദാ ഗാഥ വന്നു വച്ചാ, ഞാൻ കൊടുക്കാം, ശ്യാം പെട്ടെന്ന് പറഞ്ഞു. അവളുടെ വിളി ഉടൻ തന്നെ വന്നു. ഹലോ ചിറ്റപ്പ, നിന്നെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ. എന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ട് പറയാം. എൻ്റെ മൊബൈൽ അവിടെ ഇരിക്കുമല്ലേ. അപർണയോട് പറയണേ ഒന്ന് ചാർജ് ചെയ്ത് വെക്കാൻ. പറയാം മോളെ. ഞാൻ എന്തായാലും ശ്യാമിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ശരി ചിറ്റപ്പ. യമുന അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. വളരെ ഹെൽപ്ഫുള്ളാണ് ശ്യാം. അവനെക്കൊണ്ട് ഗാഥയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടാവത്തില്ല, അയാൾ പറഞ്ഞു. ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ എൻ്റെ മോൾക്ക് ദൈവം കൊടുക്കുകയില്ല രാധേട്ടാ. ശ്യാം നല്ലവനാ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അയാൾ ഗോപാലകൃഷ്ണൻ സാറിനെ വിളിച്ച് സംസാരിച്ചു. ക്ഷണിക്കാൻ വേണ്ടി അവിടുന്ന് ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല രാധാകൃഷ്ണ. പക്ഷേ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അവരെ ഇന്ന് തന്നെ വിടാം. നാളെ ചൊവ്വയില്ലേ, അത് കഴിഞ്ഞ് ബുധനാഴ്ച തിരിച്ചു വിട്ടാൽ മതി. സന്തോഷം സാറേ. എന്തായാലും ഞങ്ങളും അങ്ങോട്ട് വരാം. എനിക്ക് വീടൊക്കെ കാണുകയും വേണമല്ലോ. സമയക്കുറവ് കാരണം ശ്യാമിൻ്റെ വീട്ടിലേക്ക് പോകാൻ രാധാകൃഷ്ണന് കഴിഞ്ഞിരുന്നില്ല. കല്യാണത്തിൻ്റെ തിരക്കായിരുന്നല്ലോ. എങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് വരുമോ? ഇവിടുന്ന് ഊണ് കഴിക്കാം. ശരി സാറേ. അപ്പോഴേക്ക് വീട്ടുമുറ്റത്തെ പന്തലഴിക്കാൻ ജോലിക്കാർ വന്നു. ഇവരുടെ പണി തീരാതെ നമ്മളെങ്ങനെ പോകും രാധേട്ടാ, യമുന വിഷമിച്ചു. മുറ്റത്തല്ലേ പന്തൽ, അവർ പണി തീർത്ത് പോയിക്കോളും. അതിന് നമുക്കെന്താ? അപ്പോൾ തന്നെ യമുന വിളിച്ചൊരു ടാക്സിക്ക് ഏർപ്പാട് ചെയ്തു. നമുക്കൊരു കാർ മേടിക്കണം യമുനെ, രാധാകൃഷ്ണൻ പറഞ്ഞു. തൽക്കാലം നമുക്ക് ഓട്ടോയിലും ടാക്സിയിലുമൊക്കെ യാത്ര ചെയ്താൽ മതി. അപർണയുടെ കല്യാണം കൂടി നടത്തിയിട്ട് മതി വേറെ ചിലവുകൾ. യമുന പറഞ്ഞത് കേട്ട് അയാൾ ചിരിച്ചു. 11 ആയപ്പോൾ ടാക്സി വന്നു. അപ്പോഴേക്കും പന്തലഴിച്ചു പണിക്കാർ കൂലിയും വാങ്ങി പോയി കഴിഞ്ഞിരുന്നു. ഊണിന് മുമ്പ് അവർക്ക് ഇടയാറൻ മുളയിൽ എത്താൻ കഴിഞ്ഞു. അപർണയെ കണ്ട് ഗാഥ അവളെ കെട്ടിപ്പിടിച്ചു. പല്ലവി അപ്പോൾ തന്നെ അവളെ ഏറ്റെടുത്ത് സ്വന്തം മുറിയിലേക്ക് കൊണ്ടുപോയി. വിഭവസമൃദ്ധമായിരുന്നു ഊണ്. എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്ന് തിങ്കളാഴ്ചയല്ലേ, രാവിലെ രാഹുകാലം. അതുകൊണ്ട് ഇനി എപ്പം വേണമെങ്കിലും യാത്ര പുറപ്പെടാം, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. 3:30 ചായയും കുടിച്ചിട്ടാണ് ടാക്സിയിലും കാറിലുമായി അവർ യാത്ര പുറപ്പെട്ടത്. സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തതിന് മുമ്പ് അവർക്ക് ശൂരനാട് എത്താൻ പറ്റി. മോനെ, ഞാൻ ചായ എടുക്കാം, വന്നപ്പോൾ തന്നെ യമുന പറഞ്ഞു. വേണ്ടമ്മേ, കുറച്ച് കഴിയട്ടെ. വണ്ടിയിൽ നിന്ന് സൂട്ട് കേസ് എടുത്തില്ലല്ലോ ശ്യാം ചേട്ടാ, ഗാഥ ഓർമ്മിപ്പിച്ചു. ഓ, ഞാൻ മറന്നു. അയാൾ ചെന്ന് കാറിൽ നിന്ന് സൂട്ട് കേസ് എടുത്തുകൊണ്ട് വന്നു. ഇത് എവിടെയാണ് വയ്ക്കുന്നതെന്ന മട്ടിൽ അയാൾ അവളെ ഒന്ന് നോക്കി. വന്നോളൂ, അവൾ പറഞ്ഞു. ഗാഥ അവളുടെ മുറിയിലേക്ക് ശ്യാമിനെ കൂട്ടിക്കൊണ്ടുപോയി. പുതിയ ഷീറ്റ് തലയണ ഉറയുമൊക്കെ ഉപയോഗിച്ച് അപർണ ആ ബെഡ്റൂം ഭംഗിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മണിയറ അല്ലേ? കൗതുകത്തോടെ മുറിയിൽ മുഴുവൻ കണ്ണോടിച്ച് അയാൾ ചോദിച്ചു. നമ്മൾ രണ്ടുപേരെ എവിടെയാണോ അവിടെയാണോ മണിയറ, അവൾ പറഞ്ഞു. എടിക്കള്ളി. അയാൾ സൂട്ട് കേസ് നിലത്തേക്ക് വെച്ചിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. അയ്യോ വേണ്ട, അതൊക്കെ രാത്രിയിൽ മതി, അവൾ ഒഴിഞ്ഞു മാറി. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ, ഇവിടെ നിന്നാൽ എനിക്ക് പലതും തോന്നും, അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. ചിരിച്ചുകൊണ്ട് ഗാഥ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സൂട്ട് കേസിൽ നിന്ന് ഒരു മുണ്ടെടുത്ത് ഉടുത്ത് അയാൾ പാൻസിൽ നിന്ന് വിമുക്തനായി. ഗാഥ അടുക്കളയിലേക്ക് ചെന്നു. അത്താഴമൊരുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു യമുന. നിലവിളക്ക് കത്തിക്കാൻ അപർണ പോയിരുന്നു. മോളെ, മീനൊന്നും ഇല്ലല്ലോ. ശ്യാമിന് മുട്ട ഇഷ്ടമായിരിക്കുമോ? ഓംലെറ്റ് ഉണ്ടാക്കാം, എന്താ? യമുന ചോദിച്ചു. ഒന്നിനും ഒരു നിർബന്ധവുമില്ലമ്മേ, ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി.
അവിടെ എല്ലാവർക്കും നിന്നെ സ്നേഹമാണ് മോളെ. എല്ലാവരും സ്നേഹത്തോടെ അമ്മയെ പെരുമാറിയത്. ദുഷ്ടമനസ്സുള്ളവരല്ല ആരും എന്നാണ് എനിക്ക് തോന്നിയേ. നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ? പിറ്റേന്ന് രാവിലെ ശ്യാം ചോദിച്ചു. പോകാം, ഗാഥ പറഞ്ഞു. വീട്ടിൽ തന്നെ ഇരുന്നാൽ അയാൾക്ക് ബോറടിച്ചാലോ എന്ന് അവളും വിചാരിക്കാതിരുന്നില്ല. നമുക്ക് കരുനാഗപ്പള്ളിക്ക് പോയാലോ? അവിടെ കുറേ കടകളുണ്ട്. കാറെടുത്ത് റോഡിലെത്തിയപ്പോൾ ശ്യാം പറഞ്ഞു. പോകാം. അയാളോടൊപ്പം ലോകത്ത് എവിടെയും പോകാൻ അവൾ തയ്യാറായിരുന്നു. പഠിക്കുന്ന കാലത്ത് കരുനാഗപ്പള്ളിയിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ഞാൻ പലവട്ടം വന്നിട്ടുണ്ട്. അവനിപ്പോൾ ഡൽഹിയിലാണ്. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അവർ കരുനാഗപ്പള്ളിയിലെത്തി. നിനക്ക് കട്ട്ലൈറ്റ് ഇഷ്ടമാണോ ഗാഥ? ഇഷ്ടമാണ്. നല്ല കട്ട്ലൈറ്റ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ. ഓരോ കാപ്പിയും കുടിച്ചിട്ട് മതി ഷോപ്പിംഗ്. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയില്ല. 4-5 കാറുകൾ കിടപ്പുണ്ടായിരുന്നു. അവയുടെ ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് ശ്യാം വണ്ടി നിർത്തി. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് തൊട്ടടുത്ത പാർക്ക് ചെയ്യുന്ന കാർ ഗാഥ ശ്രദ്ധിച്ചത്. നമ്പർ നോക്കിയപ്പോൾ അവൾ ഞെട്ടി. അത് ആദർശിൻ്റെ കാറായിരുന്നു. കാർ ലോക്ക് ചെയ്തിട്ട് ശ്യാംകുമാർ തിരിഞ്ഞ് ഗാഥയെ നോക്കി. അവളൊരു പ്രതിമയെപ്പോലെ നിൽക്കുകയായിരുന്നു. എന്താ പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കുന്നേ? വാ ഇങ്ങോട്ട്, കളിമട്ടിൽ അയാൾ പറഞ്ഞു. ആദർശിൻ്റെ മുമ്പിലേക്കാണ് ചെന്ന് ചാടാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ ഗാഥയുടെ കാലുകൾ ചലിച്ചില്ല. നമുക്ക് തിരിച്ചു പോയാലോ ശ്യാം ചേട്ടാ? വളരെ പാടുപെട്ട് അവൾ ചോദിച്ചു. ശബ്ദം കഷ്ടിച്ച് പുറത്തേക്ക് വന്നേയുള്ളൂ. അതെന്താ? എനിക്ക് വയറിന് നല്ല സുഖം തോന്നുന്നില്ല. കട്ട്ലൈറ്റ് വേണ്ട എനിക്ക്. വയറുവേദന ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്കിൽ പിന്നെ സാരമില്ല. കട്ട്ലൈറ്റ് ഭക്ഷിക്കാൻ ഞാൻ എൻ്റെ പ്രിയ ഭാര്യയെ നിർബന്ധിക്കുകയില്ല. കൂടെ ഇരുന്ന് കമ്പനി തന്നാൽ മതി. ഇവിടുത്തെ കട്ട്ലൈറ്റ് സോസും ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും വരും. അങ്ങനെ പലതവണ വന്നിട്ടുള്ളവനാ ഈ ഉള്ളവൻ. ശ്യാംകുമാർ നല്ല മൂഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി. 2 ദിവസത്തിനുള്ളിൽ വേറൊരു കാര്യം കൂടി അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി ഇത്തിരി കൂടുതലാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല. ചെല്ലാതെ നിവൃത്തിയില്ലെന്നായി അവൾക്ക്. ഒരു കാപ്പി കുടിക്കുന്നതിൽ വിരോധമില്ലല്ലോ? ശ്യാം ചോദിച്ചു. ഇല്ല. അവൾ ദുർബലമായി തലകുലുക്കി. എന്നാൽ വാ. അയാളുടെ പിന്നാലെ അവൾ ചെന്നു. കണ്ണാടിവാതിൽ തുറന്നു ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് ശ്യാം കയറി. റിസപ്ഷനും സന്ദർശകർക്ക് ഇരിക്കാനുള്ള സ്ഥലവുമായിരുന്നു അത്. സോഫകളിൽ ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിൽ ആദർശമുണ്ടായിരുന്നില്ല. റിസപ്ഷനിസ്റ്റിൻ്റെ ഇടതുവശത്ത് റെസ്റ്റോറൻറ്റ് എന്ന് ഒരു വാതിലിന് മുകളിൽ എഴുതിയിരിക്കുന്നത് ഗാഥ കണ്ടു. ആ വാതിലിനടുത്തേക്കാണ് ശ്യാം പോയത്. അവൾ വിറയ്ക്കുന്ന കാലുകളോടെ ഒപ്പം ചേർന്നു. AC റെസ്റ്റോറൻ്റായിരുന്നു അത്. ചെറിയ ഹാൾ. 6 പേർക്കും 4 പേർക്ക് ഇരിക്കാവുന്ന മേശകൾ നിരയായി ഇട്ടിരിക്കുന്നു. അവയ്ക്ക് ചുറ്റും കസാരകളും. ഒരു ഒഴിഞ്ഞ ടേബിൾ കണ്ടുപിടിച്ച് ശ്യാം അങ്ങോട്ട് നടന്നു. വാ, അയാൾ പറഞ്ഞു. മിക്ക മേശകൾക്ക് ചുറ്റും ആളുകളുണ്ടായിരുന്നു. ആരെയും നോക്കാതെ മുഖം കുനിച്ച് ഗാഥ അയാളുടെ പിന്നാലെ ചെന്നു. നമുക്കിവിടെ ഇരിക്കാം. ഒരു കസേര നീക്കിയിട്ട് ശ്യാം ഇരുന്നു. എതിരെയുള്ള കസേരയിൽ ഗാഥയും ഇരുന്നു. എന്തു പറ്റി ഗാഥ? ഒന്നുമില്ല. അല്ല, താൻ എന്തോ കണ്ടു ഭയക്കുന്നത് പോലെയുണ്ടല്ലോ. മുഖമൊക്കെ വിളറി. ഏയ്, ഞാൻ എന്ത് കണ്ടു ഭയക്കാനാ? വയറിന് സുഖമില്ലെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ ഒരു പ്രയാസമായിരിക്കും ചിലപ്പോൾ മുഖത്ത്. അവളൊരു ന്യായീകരണം കണ്ടെത്തി. അത് സാരമില്ല. പോകുന്ന വഴിക്ക് നമുക്കൊരു ഡോക്ടറെ കാണാം. അപ്പോഴാണ് മേശപ്പുറത്തുണ്ടായിരുന്ന മെനു കാർഡ് ശ്യാംകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വെയിറ്റർ വരുന്നതുവരെ സമയം കളയാൻ അയാൾ അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ആ തക്കത്തിൽ ഗാഥ ഇടം കണ്ണുകൊണ്ട് റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നവരെ ഒന്ന് തിരിഞ്ഞു. 3 മേശകൾക്ക് മുമ്പിൽ മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആദർശിനെ അവൾ കണ്ടു. ഒന്ന് തലയുയർത്തി നോക്കിയാൽ അവളെ കാണാൻ പറ്റും. അത്ര നേരെയാണ് അയാൾ ഇരിക്കുന്നത്. വലത് കൈയിൽ കാപ്പിക്കപ്പുമുണ്ട്. എന്താണ് നോക്കുന്നത്? ശ്യാമിൻ്റെ ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് തല തിരിച്ചു നോക്കി. ഒന്നുമില്ല. വെയിറ്റർ ഇപ്പം വരും, സമാധാനപ്പെട്. സീറ്റൊന്ന് മാറിയിരുന്നാലോ എന്ന് ഗാഥ ആലോചിച്ചു. ആദർശിന് പുറത്തിരിഞ്ഞിരുന്നാൽ അയാൾക്ക് മുഖം കാണാൻ പറ്റുകയില്ല. പക്ഷേ എണീറ്റ് മാറിയിരുന്നാൽ ശ്യാം ചേട്ടന് സംശയം തോന്നിയാലോ? എഴുന്നേൽക്കുമ്പോഴായിരിക്കും ആദർശ് ഇങ്ങോട്ട് നോക്കുന്നതെങ്കിലോ? AC-യിലെ തണുപ്പുണ്ടായിരുന്നെങ്കിലും ഗാഥയുടെ കഴുത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. കണ്ടാൽ ആദർശ് അടുത്തേക്ക് വരാതിരിക്കുമോ? ആശംസകൾ നേരാൻ എന്ന മട്ടിൽ വരും. പരിചയപ്പെടുത്തേണ്ടി വരും. നോട്ടത്തിലോ ഭാവത്തിലോ ചെറിയ ഒരു പിഴവ് പറ്റിയാൽ അത് സംശയമുണ്ടാക്കി കൂടുന്നില്ല. വെയിറ്റർ ഒരു പ്ലേറ്റിൽ 2 കട്ട്ലറ്റും 2 കപ്പ് കാപ്പിയും കൊണ്ടുവന്നു വെച്ചു. പക്ഷേ അത് ഗാഥ കണ്ടതേയില്ല. ഗാഥ, ശ്യാം വിളിച്ചു. ഒരു ഞെട്ടലോടെ അവൾ അയാളെ നോക്കി. താൻ ഇവിടെയെങ്ങുമല്ലേ? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുകയായിരുന്നു. എന്ത് കാര്യങ്ങൾ? അച്ഛൻ്റെ കാര്യങ്ങൾ. ഭാഗ്യമില്ലാതായി പോയില്ലേ എൻ്റെ കല്യാണം കാണാൻ? ഓ, അതൊക്കെ വിധിയാണ്. തൽക്കാലം നല്ല ഓർമ്മകൾ മാത്രം മതി. പ്രത്യേകിച്ച് ഞാൻ അടുത്തുള്ളപ്പോൾ. കാപ്പിയെടുത്ത് കുടിക്കേ, ശ്യാം പറഞ്ഞു. പെട്ടെന്ന് ആദർശ് എഴുന്നേറ്റു. അയാൾ വെറുതെ ചുറ്റിനും നോക്കി. ഗാഥ മുഖം കുനിച്ച് ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. 4-5 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ തലയുയർത്തി. ആദർശ് അപ്പോഴേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കട്ട്ലറ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു ശ്യാം. നിനക്ക് ഒട്ടും ലക്കില്ല ഗാഥേ, അയാൾ പറഞ്ഞു. അതെന്താ? അതല്ലേ ഈ സമയത്ത് വയറിന് സുഖമില്ലാതായി പോയത്. ഓ അതോ? ശ്യാം ചേട്ടൻ ലക്കിയാണല്ലോ. അത് മതി. ശ്യാം ഒന്ന് ചിരിച്ചു. ശരിയാണെന്ന് തോന്നുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? നിന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടിയ ഞാനൊരു ഭാഗ്യവാനാണെന്ന്. നുണ. അവൾ വിശ്വാസമില്ലായ്മ നടിച്ചു. അല്ല, സത്യം. അവർക്കൊക്കെ നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ബാങ്കിലെ വിനോദിൻ്റെ മാരേജ് കഴിഞ്ഞ മാസത്തിലായിരുന്നു. അവർക്കാർക്കും അയാളുടെ വൈഫിനെ അത്ര ബോധിച്ചില്ല. അതെന്താ? ഗാഥയ്ക്ക് കൗതുകമായി.
വലിയ ജാടയാണെന്ന്. തന്നെയുമല്ല വിനോദിനേക്കാൾ വലിയ സൈസും. അവൾ ചിരിച്ചു. അന്യരുടെ ഭാര്യമാരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത് തന്നെ നല്ലതല്ല, അവൾ പറഞ്ഞു. ഏയ്, ഞാൻ ആരുടെ ഭാര്യമാരെക്കുറിച്ചും ഒന്നും പറയാറില്ല. അത് ശ്യാം ചേട്ടൻ ഒരു മാന്യനായതുകൊണ്ടാണ്. താങ്ക്സ്. എൻ്റെ ഭാര്യയിൽ നിന്ന് ആദ്യത്തെ കോംപ്ലിമെൻ്റ് കിട്ടിയല്ലോ. അവൾ പുഞ്ചിരിച്ചതേയുള്ളൂ. കാപ്പി കുടിച്ചിട്ട് അവർ എഴുന്നേറ്റപ്പോൾ ഗാദിയുടെ മനസ്സിൽ അല്പം ഒരു ആശങ്ക ബാക്കി നിന്നു. ആദർശ് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ? കാറിനടുത്തേക്ക് ചെന്നപ്പോൾ അത് മാറി. ആദർശിൻ്റെ കാർ അവിടെ കാണാനില്ലായിരുന്നു. എന്താണ് ഷോപ്പിംഗ്? കാറിൽ കയറിയിരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണം. നമ്മുടെ ആദ്യത്തെ ഓണമല്ലേ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ? ഗാദയുടെ അമ്മയ്ക്കും അഞ്ചത്തിക്കും ചിറ്റപ്പനും ഓണക്കോടി എടുക്കണ്ടേ? പിന്നെ നമ്മൾ രണ്ടുപേർക്കും. അപ്പോൾ ശ്യാംചാറിൻ്റെ വീട്ടിലുള്ളവർക്കോ? അത് ഇവിടുന്ന് കെട്ടിച്ചുമക്കണ്ടല്ലോ, അവിടുന്ന് വാങ്ങിയാൽ പോരെ? അത് മതി. അവർ വലിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് പിന്നെ പോയത്. ധാരാളം ആളുകൾ ഷോപ്പിംഗ് നടത്തുന്നുണ്ടായിരുന്നു അവിടെ. അവിടെയും ഗാദ കണ്ണുകൾ കൊണ്ട് ആദർശിനെ അറിയാതെ തിരഞ്ഞു. അമ്മയ്ക്ക് സെറ്റ് മുണ്ടും രാധാകൃഷ്ണനും മുണ്ടും ഷർട്ടും അപർണയ്ക്ക് ചുരിദാറുമാണ് അവർ വാങ്ങിയത്. ശ്യാമിനുള്ള ഷർട്ടുകൾ ഗാദയാണ് സെലക്ട് ചെയ്തത്. അവൾക്കുള്ള സാരികളും ചുരിദാറുകളും അയാളും. രണ്ടുപേർക്കും അത് പുതിയ അനുഭവമായിരുന്നു. എന്തിനായിരുന്നു മക്കളെ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയത്? കല്യാണത്തിന് നമ്മൾ എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുത്തതല്ലേ. വീട്ടിൽ ചെന്ന് അതെല്ലാം ഓരോരുത്തർക്കായി സമ്മാനിച്ചപ്പോൾ യമുന സന്തോഷത്തോടെ ശാസിച്ചു. അമ്മേ, ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഓണമല്ലേ, അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഓണസമ്മാനമാണ്, ശ്യാം പറഞ്ഞു. എത്രയോ കാലത്തിന് ശേഷമാണ് ആരെങ്കിലും എനിക്കൊരു ഓണക്കോടി തന്നത്. രാധാകൃഷ്ണൻ സന്തോഷം മറച്ചു വെച്ചില്ല. ചിറ്റപ്പൻ നാളെ തിരിച്ചു പോവുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ, ശ്യാം പറഞ്ഞു. മോനിരിക്കെ, എനിക്കൊരു വേറൊരു കാര്യം സംസാരിക്കാനുണ്ട്. രാധാകൃഷ്ണൻ അയാളെ അടുത്ത് പിടിച്ചിരുത്തി. എന്താ ചിറ്റപ്പ? ഗാദയെ ഹോസ്റ്റലിൽ നിർത്തണമെന്നാണോ വിചാരിക്കുന്നത്? അതോ വീട് റെൻറ്റിനെടുക്കാൻ ഉദ്ദേശമുണ്ടോ? ഞാനിപ്പോൾ ആലുവിലേക്ക് വന്നില്ലേ, ഗാദ എറണാകുളത്തും. രണ്ടിനും മതിയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീടെടുത്താൽ മതി. അതായിരിക്കില്ലേ സൗകര്യം? ഇപ്പോൾ മെട്രോയുള്ള സ്ഥിതിക്ക് ഗാദയ്ക്ക് യാത്ര അത്ര ബുദ്ധിമുട്ടായിരിക്കത്തുമില്ല. അതാ നല്ലത്. സത്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് ശ്യാമിന് ട്രാൻസ്ഫർ കിട്ടിയത് അതും ഈ സമയത്ത് ഒരു ഭാഗ്യം തന്നെ. ഇടപ്പള്ളിയിൽ എനിക്ക് 2-3 ഫ്രണ്ട്സുണ്ട്. അവരുടെ പരിചയത്തിൽ വീടന്വേഷണം തുടരുന്നു. അത് നന്നായി. ഞങ്ങൾ ഇന്ന് തന്നെ ആറന്മുളയിലേക്ക് പോവാ ചിറ്റപ്പ. നാളെ ചൊവ്വാഴ്ചയായതുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് തന്നെ തിരിച്ചു പോവുകയും വേണം. ഇനി എന്നാ രണ്ടുപേരും കൂടി വരുന്നത്? യമുന ചോദിച്ചു. 10 ദിവസത്തെ ലീവുണ്ടല്ലോ. അതിനിടയ്ക്ക് സൗകര്യം പോലെ വരാം. പലയിടത്തും പോകാനുണ്ടമ്മേ. ഒരു ദിവസം എറണാകുളത്തും തൃശ്ശൂരുമൊക്കെ പോകണം, ശ്യാം പറഞ്ഞു. അന്ന് തന്നെ രണ്ടുപേരും ആറന്മുളയിലേക്ക് തിരിച്ചു പോയി. എപ്പോഴാണ് നിങ്ങൾ തിരുവമണ്ടൂർക്ക് പോകുന്നത്? സൗമ്യ ചോദിച്ചു. സൗമ്യയുടെ കുടുംബ വീട് അവിടെയാണ്. തറവാട്ടിൽ മൂത്ത ആങ്ങളെയാണ് താമസം. വയസ്സായ അമ്മയുണ്ട് കൂടെ. നാളെ പോകാം, ശ്യാം എഴുന്നേറ്റു. ഗാദേ, തിരുവോണത്തിന് അമ്മയെയും അഞ്ചത്തിയെയും സദ്യയ്ക്ക് ക്ഷണിക്കണം. അവർ രണ്ടുപേരിൽ അവിടെയുള്ളൂ, സൗമിനി പറഞ്ഞു. രാത്രിയിൽ ഫൗസിയുടെ വിളി വന്നു. ആ സമയത്ത് ശ്യാം കുളിക്കുകയായിരുന്നു. വെറുതെ വിളിച്ചതാ ഗാദേ, അവൾ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് പോയിരുന്നു. തിരിച്ചെത്തിയിട്ട് കുറച്ച് നേരമായതേ ഉള്ളൂ. ഇനിയിപ്പം കുറേ ദിവസത്തേക്ക് യാത്രകളുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ടെന്നാ വരുന്നത്? തീരുമാനിച്ചില്ല. ശ്യാംചേട്ടന് എന്തൊക്കെയോ പ്ലാനുകളുണ്ട്. ആദർശിനെ യാദൃശ്ചികമായി കണ്ട കാര്യം ഫൗസിയോട് പറയണോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, ആ പേര് പോലും ഇനി ഉച്ചരിക്കാൻ പാടില്ല. ശരി, വരുമ്പോൾ കാണാം. പിറ്റേന്ന് രാവിലെ ശ്യാമിൻ്റെ കൂട്ടുകാരൻ അലോഷ്യസിൻ്റെ വിളി വന്നു. എടാ, ഒരു വീട് വേണമെന്ന് നീ പറഞ്ഞില്ലേ? ഒരെണ്ണമുണ്ട്. എവിടാടാ? എളമക്കരയില. പുതിയ വീടാണ്. 2 നിലയാ. താഴെയും മുകളിലുമായിട്ട്. 2 ഫാമിലിക്ക് വേണ്ടി പ്ലാൻ ചെയ്താ പണിതിരിക്കുന്നത്. നിനക്ക് താല്പര്യമുണ്ടോ? നീ കണ്ടോ വീട്? ശ്യാം തിരക്കി. എൻ്റെ ഒരു പരിചയക്കാരൻ്റേതാണ്. ഞാൻ പോയി കണ്ടു. കൊള്ളാം, നല്ല സൗകര്യമുണ്ട്. 2 ബെഡ്റൂം, ലിവിംഗ് കം ഡൈനിങ്, കിച്ചൺ, സിറ്റ് ഔട്ട്, സ്റ്റോർ. താഴത്തെയോ മുകളിലത്തെയോ നില നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാം. എളമക്കര കൊള്ളാം. ഞങ്ങൾ ഈ ആഴ്ച തന്നെ വരാം അലോഷി. എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ. ഇനിയിപ്പോൾ ഭാര്യയുടെ ഇഷ്ടത്തിനും കൂടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അലോഷ്യസ് ചിരിച്ചു. അതുകൊണ്ടാടാ ഞാൻ കെട്ടാൻ മടിക്കുന്നേ. ശരി, വരുന്നതിന് മുമ്പ് വിളിക്കാം. കഴിയുന്നതും വേഗം വരുന്നതാണ് നല്ലത്. ആരെങ്കിലും വന്ന് ചാടിയാൽ അത് പോകും. അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് വല്ലതും നോക്കാം. കഴിയുന്നതും വേഗം വരാമെടാ. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീടിൻ്റെ കാര്യം ശ്യാം അവതരിപ്പിച്ചു. പുതിയ വീടാണെങ്കിൽ വിടണ്ട, നല്ല വൃത്തി കാണും, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വാടക വല്ലതും പറഞ്ഞോ മോനെ? സൗമിനി ചോദിച്ചു. ഇല്ലമ്മേ, ആദ്യം വീട് കാണട്ടെ. പിറ്റേന്ന് അവർ തിരുവൻവണ്ടൂരിന് പോയി. അവിടെ അടുത്ത ദിവസം എറണാകുളത്തിന് വിട്ടു. നേരത്തെ അലോഷ്യസിനെ വിവരം അറിയിച്ചതിനാൽ അയാൾ വന്ന് ഇടപ്പള്ളിയിൽ കാത്തുനിന്നു. കളമശ്ശേരിയിൽ സ്വന്തമായി ഒരു റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ഷോപ്പ് നടത്തുകയാണ് അയാൾ. അതിനുള്ള ബാങ്ക് വായ്പ ശരിയാക്കാൻ ശ്യാമിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗാദേ, അലോഷ്യസ്, ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ശ്യാം അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ സൗഹൃദഭാവത്തിൽ ചിരിച്ചു. മാരേജിന് ഞാനും ഉണ്ടായിരുന്നു, അലോഷ്യസ് പറഞ്ഞു. കണ്ടതായി എനിക്ക് ഓർമ്മ വരുന്നില്ല. അലോഷ്യസിൻ്റെ കാറിലാണ് അവർ എളമക്കരയിലേക്ക് പോയത്. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. ഭംഗിയുള്ള വീടുകൾ, വൃത്തിയുള്ള റോഡ്,
മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് 1/2 കിലോമീറ്റർ മാത്രം ദൂരം. അടുത്ത ഗേറ്റിന് മുമ്പിൽ കാർ നിന്നു. ഗാഥ വണ്ടിയിൽ നിന്നിറങ്ങി. മനോഹരമായ ഒരു ഇരുനില വീട്. പുറമെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു. അലോഷ്യസ് മൊബൈലെടുത്ത് ആരെയോ വിളിച്ചു. ഞങ്ങളിവിടെ എത്തി, വേഗം വാ. ഉടൻ തന്നെ വെളുത്തുമെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിലെത്തി. വീട്ടുടമ ഗോപിക്കുട്ടൻ സാറിൻ്റെ ഓഫീസ് സ്റ്റാഫാ വേണു. അലോഷ്യസ് അയാളെ പരിചയപ്പെടുത്തി. വേണു വീട് തുറന്ന് അവരെ കാണിച്ചു. പെയിൻറ്റിൻ്റെ മണം ഇതുവരെ മാറിയിട്ടില്ല. മുകളിലത്തെ നിലയിലേക്ക് പോകാൻ വെളിയിൽ കൂടി പ്രത്യേക സ്റ്റെയർ കേസ് ഉണ്ട്. 2 നിലകളും അവർ കണ്ടു. ഒരേ ഡിസൈൻ. നമുക്ക് താഴെ മതി ഷാജേട്ടാ, ഗാഥ പറഞ്ഞു. അതെന്താ? മുറ്റമുണ്ട്, ചെടികൾ നടാം, തന്നെയുമല്ല ചൂട് കുറവായിരിക്കും. എഗ്രീറ്റ്. അയാൾ അപ്പോൾ തന്നെ സമ്മതിച്ചു. അവർ ഉടമ ഗോപികുട്ടൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് തയ്യാറാക്കി. അടുത്ത 1-ാം തീയതി മുതൽ താമസം തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ശ്യാം പറഞ്ഞു. ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ? വേണം. എൻ്റെ ഒരു ഫ്രണ്ടിന് ഫർണിച്ചർ ഷോപ്പുണ്ട്, അവിടെ നല്ല ഡിസ്കൗണ്ടിൽ മേടിക്കാം, അലോഷ്യസ് പറഞ്ഞു. സന്തോഷത്തോടെയാണ് ശ്യാമും ഗാഥയും തിരിച്ചു പോയത്. സ്ത്രീയുടെ ചുരിദാർ തിരഞ്ഞെടുക്കുമ്പോഴാണ് സ്വാതിക്ക് സംശയം വന്നത്. അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. പത്മിനി അടുക്കളയിലുണ്ടായിരുന്നു. അമ്മേ, നാളെ ഞാൻ ഏത് ചുരിദാറാണ് ഇടേണ്ടത്? പത്മിനി ഒന്ന് ആലോചിച്ചു. അത്ര വലിയ കളറുള്ളതൊന്നും വേണ്ട പോളെ, കല്യാണത്തിനല്ലല്ലോ പോകുന്നത്, ഇൻ്റർവ്യൂവിനല്ലേ. അമ്മ പറഞ്ഞതാണ് ശരി. വേഷം ലളിതമായിരിക്കണം, പക്ഷേ ഭംഗിയുള്ളതായിരിക്കണം. ആദ്യ ദർശനത്തിൽ നിങ്ങളെ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണം കൂടി നോക്കും. കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. വേഷം മാന്യവുമായിരിക്കണം. വെള്ള എംബ്രോയ്ഡറി വർക്കുള്ള തൂവെള്ള ചുരിദാറും ടോപ്പുമാണ് അവൾ തിരഞ്ഞെടുത്തത്. അത് ധരിക്കുമ്പോൾ മുഖത്തിന് കൂടുതൽ തെളിച്ചവും അതോടൊപ്പം ആത്മവിശ്വാസവും കൂടാറുണ്ടെന്ന് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ടും ഭംഗിയായി ഇസ്തിരിയിട്ട് വെച്ചു. സർട്ടിഫിക്കറ്റുകളൊക്കെ ഫയലിലില്ലേ? പത്മിനി ചോദിച്ചു. എല്ലാം ഉണ്ടമ്മേ. കഴിഞ്ഞ മാസം ഒരു ഇൻ്റർവ്യൂവിന് പോയില്ലേ? അന്ന് കൊണ്ടുപോയത് അതേപടി തന്നെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ മാസത്തിൽ കണ്ണൂരിൽ വെച്ച് വേറൊരു ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇത് ക്ലറിക്കൽ പോസ്റ്റിനാണെങ്കിൽ അത് പ്രൊബോഷണറി ഓഫീസറിൻ്റേതായിരുന്നു. ഏത് കിട്ടിയാലും മതിയായിരുന്നു. ജോലി അത്യാവശ്യമാണ്. നമുക്ക് നാളെ രാവിലെ വെട്ടിക്കാട് അമ്പലത്തിലൊന്ന് പോകണം മോളെ. നാഗരാജൻ്റെ പ്രീതിയുള്ളത് നല്ലതാ. നാളത്തെ കാര്യം നടക്കത്തില്ലമ്മേ. വേണാടെ 7 മണിക്കല്ലേ? അതിന് പോയേ പറ്റൂ. 8:30 കോട്ടയത്തെത്തില്ല. 10 മണിക്കല്ലേ ഇൻ്റർവ്യൂ, അവൾ ഓർമ്മിപ്പിച്ചു. 7-ന്റെ വണ്ടിക്ക് പോടൽ രാവിലെ അമ്പലത്തിൽ പോകാൻ സമയം കിട്ടത്തില്ല. അത് സാരമില്ല, ഞാൻ പോയിക്കോളാം. നിനക്ക് വേണ്ടി അമ്മ വഴിപാട് കഴിച്ചാലും ഫലം കിട്ടും. പത്മിനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അമ്മയുടെ നേർച്ചയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്, അവൾ തമാശ പറഞ്ഞു. നീ കളിയാക്കുകയൊന്നും വേണ്ട, അത് തന്നെയാ സത്യം. സ്വാതി പിന്നെ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. വിശ്വാസത്തെ തൊട്ട് കളിച്ചാൽ അമ്മയ്ക്കത് സഹിക്കുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ജോലി കിട്ടിയിട്ട് വേണം നിൻ്റെ കല്യാണം നടത്താൻ. എനിക്കിപ്പം കല്യാണമൊന്നും വേണ്ട, അതും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, നല്ല ആലോചന വന്നാൽ നടത്തുമെന്നാ ഇന്നലെ അച്ഛനും പറഞ്ഞത്. മാലയോഗം എന്നത് എപ്പോഴും കിട്ടുന്ന കാര്യമല്ല മോളെ. സ്വാതിക്ക് അപ്പോൾ ശ്യാംകുമാറിന് ഓർമ്മ വന്നു. ശ്യാമേട്ടന് മാലയോഗം ഉണ്ടായ സമയത്ത് തനിക്കതില്ലായിരുന്നു. അതുകൊണ്ടാണ് ശ്യാമേട്ടൻ. അവളൊന്ന് നെടുവീർപ്പിട്ടു. അച്ഛൻ്റെ മുണ്ടും ഷർട്ട് എടുത്ത് താമേ, തേച്ചു വച്ചേക്കാം, അവൾ പറഞ്ഞു. വിശ്വനാഥിൻ്റേത് പ്രത്യേക സ്വഭാവമാണ്. എല്ലാം വീട്ടിലുള്ളവർ ചെയ്തു കൊടുക്കണം. പല്ല് തേക്കണമെങ്കിൽ ബ്രഷും പേസ്റ്റും എടുത്തുകൊണ്ട് ചെന്ന് കയ്യിൽ കൊടുക്കണം. എണ്ണ എടുത്തു കൊടുത്താലേ തലയിൽ തേക്കൂ. അതെല്ലാം എവിടെയാണെന്ന് വെച്ചിരിക്കുന്നതെന്ന് അറിയാമെങ്കിലും ചെന്നെടുക്കുകയില്ല. ഷർട്ടും മുണ്ടും ഇസ്തിരി ഇട്ട് കൊണ്ട് ചെന്ന് കൊടുക്കണം. അലമാര തുറന്ന് എടുക്കുകയില്ല. ചോറും കറികളും വീട്ടിലുണ്ടാക്കി വെച്ചാലും വിളമ്പി കൊടുക്കാൻ ആളില്ലെങ്കിൽ സ്വയം എടുത്ത് കഴിക്കുകയില്ല. ഈ അമ്മയെ അച്ഛനെ ഇത്ര വഷളാക്കിയേ, സൂരജ് പറയും. ഈ അമ്മയല്ല, അച്ഛൻ്റെ അമ്മയാ ഇത്ര വഷളാക്കിയേ. ഒറ്റപുത്രനായിരുന്നില്ലേ? അമ്മ പറയുന്നത് കേട്ട് സ്വാധീനിച്ചിരിക്കും. അന്ന് രാത്രിയിൽ പതിവ് സമയത്ത് തന്നെ കടപ്പൂട്ടി വിശ്വനാഥം വന്നു. രാവിലെ നിങ്ങൾ ചായ കുടിച്ചിട്ടല്ലേ പോകൂ? പത്മിനി ചോദിച്ചു. അതിന് സമയം കാണുമോ? 6 മണിക്ക് ദോശയുണ്ടാക്കി തരാം. കഴിക്കാമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിക്കുന്നതിലും ഭേദമാണ്. അത് നേരാ. അലാറം വെച്ചാണ് സ്വാതി ഉറങ്ങാൻ കിടന്നത്. വെളുപ്പിന് 4:30 ആയപ്പോൾ അവൾ ഉണർന്നു. പത്മിനിയും എഴുന്നേറ്റ് വന്നു. സ്വാതി കുളിച്ച് മുടിയുണക്കി വേഷം ധരിച്ചു. സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ ഒരു കവറിലിട്ട് വെച്ചു. ഇൻ്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. 6 മണിക്ക് അച്ഛനും മകൾക്കും പത്മിനി ചായ കൊടുത്തു. സൂരജ് അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. വിശ്വനാഥിൻ്റെ ബൈക്കിലാണ് അവർ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ടിക്കറ്റ് എടുക്കാൻ ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. വേണാട് കൃത്യസമയത്ത് തന്നെ വന്നു. തിരക്ക് അധികമല്ലാത്ത ഒരു ബോഗി കണ്ടുപിടിച്ച് 2 പേരും കയറി. അതുകൊണ്ട് അവിടെ തന്നെ സീറ്റ് കിട്ടി. ഇരുന്നപ്പോൾ തന്നെ വിശ്വനാഥൻ ചാരിയിരുന്ന് ഉറക്കം തുടങ്ങി. അച്ഛൻ അങ്ങനെയാണ്. ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും വണ്ടി വിട്ടാൽ ഉടൻ ഉറക്കം വരും. ബൈക്കിലിരുന്ന് ഉറങ്ങാത്തത് നമ്മുടെ ഭാഗ്യമാണെന്ന് സൂരജ് ഇടയ്ക്കൊക്കെ അച്ഛനെ കളിയാക്കും. 10 മിനിറ്റ് വൈകിയാണ് ട്രെയിൻ കോട്ടയത്ത് എത്തിച്ചേർന്നത്. ഹോട്ടൽ ടൗണിൽ തന്നെയാണ് അച്ഛാ. പ്ലാറ്റ്ഫോമിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോൾ സ്വാതി പറഞ്ഞു. KSRTC സ്റ്റാൻഡിന് സമീപം എന്നാണ് ഇൻ്റർവ്യൂ നടക്കുന്ന ഹോട്ടലിൻ്റെ മേൽവിലാസം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓട്ടോയിൽ പോകാം. ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ കൊണ്ടുചെന്ന് വിടുമല്ലോ, വിശ്വനാഥൻ പറഞ്ഞു. യാത്രക്കാരോടൊപ്പം 2 പേർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ വന്നു. വരിയായി ഓട്ടോറിക്ഷ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. സ്വാതി പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടു. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജയപ്രസാദ് സാറല്ലേ? എന്നെ മറന്നില്ലല്ലോ. ആഹ്ലാദത്തോടെ സ്വാതി അയാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൊള്ളാം, സ്വാതിയെക്കുറിച്ച് വീട്ടിൽ ചർച്ച വരെ നടക്കാറുണ്ട്. അയ്യോ, എന്നെക്കുറിച്ചോ? അതെന്താണ്? ഒന്നും മനസ്സിലാകാതെ വിശ്വനാഥൻ 2 പേരെയും മാറി മാറി നോക്കി. അച്ഛാ, ഇത് ജയപ്രസാദ് സാറാണ്. ഒരിക്കൽ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അമ്മയ്ക്കറിയാം.
അമ്മയോട് ഞാൻ സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ജയപ്രസാദ് ആദരപൂർവ്വം വിശ്വനാഥനെ നോക്കി കൈകൂപ്പി. ജയപ്രസാദിൻ്റെ വീട് എവിടെയാണ്? വിശ്വനാഥൻ വെറുതെ ചോദിച്ചു. ടൗണിൽ തന്നെയാ സാറേ. എൻ്റെ അമ്മയുടെ അനുജത്തിയും മോളും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഷൊർണൂരാണ് താമസിക്കുന്നത്. അവരെ ട്രെയിൻ കയറ്റിവിടെ വന്നായിരുന്നു ഞാൻ. എവിടെ? എന്താണ് വിശേഷം? ഇവൾക്കിന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ. ഓ, എവിടെ വെച്ചാണ്? ഒരു ഹോട്ടലിൽ വെച്ചാണ്. എന്താണ് മോളെ അതിൻ്റെ പേര്? വിശ്വനാഥ് മുഖം തിരിച്ച് സ്വാതിയോട് ചോദിച്ചു. അവൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു. എത്ര മണിക്കാണ്? 9:30 സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി റിപ്പോർട്ട് ചെയ്യണം. എങ്കിൽ വരൂ, ഞാൻ അവിടെ കൊണ്ട് ചെന്നാക്കാം. ഇവിടെ തന്നെ നിന്നാൽ മതി. ഞാൻ കാർ എടുത്തുകൊണ്ട് വരാം. അല്പം മാറിയായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത്. ജയപ്രസാദ് ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഒരു ഓട്ടോയിൽ പോയിക്കൊള്ളാം, വിശ്വനാഥൻ പറഞ്ഞു. അതല്ല സാർ, എനിക്കൊരു കാര്യം സംസാരിക്കാനുമുണ്ട്. ജയപ്രസാദ് തിടുക്കത്തിൽ നടന്നുപോയി. എല്ലാം ഒരു നിമിത്തമാണെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ പിന്നെ അന്ന് ആ കുട്ടിയെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതും പിന്നെ ഇപ്പോൾ കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതും. അയാൾ പെട്ടെന്ന് കാർ എടുത്ത് കൊണ്ടുവന്നു. വിശ്വനാഥനും സ്വാതിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കയറിക്കോളൂ. വിശ്വനാഥൻ ഫ്രണ്ട് ഡോർ തുറന്നു കയറി. ജയപ്രസാദിൻ്റെ അടുത്തിരുന്നു. സ്വാതി ബാക്ക് സീറ്റിലും. ജയപ്രസാദ് കാർ മുന്നോട്ടെടുത്തു. സാർ നേരത്തെ കോട്ടയത്ത് വന്നിട്ടുണ്ടോ? അയാൾ ചോദിച്ചു. ഇല്ല, ആദ്യമായിട്ടാ. ട്രെയിനിൽ ഇതുവഴി കടന്നു പോയിട്ടുണ്ടെന്നല്ലാതെ. ഞങ്ങൾ ടൗണിൽ നിന്ന് അല്പം മാറിയാ താമസിക്കുന്നത്. ചുങ്കം എന്ന് പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വിശ്വനാഥൻ വെറുതെ ചോദിച്ചു. അച്ഛനും അമ്മയും. ഞങ്ങൾ 2 മക്കളാണ്. എനിക്കൊരു അനിയനുണ്ട്. ഞാൻ മാരീഡാ. വൈഫുമുണ്ട് വീട്ടിൽ. കാറിലിരുന്ന് പുറത്തെ കാഴ്ചകൾ സ്വാതി കൗതുകത്തോടെ കണ്ടു. ട്രാഫിക് കാരണം കാർ വളരെ സാവധാനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ജയപ്രസാദ് എന്ത് ചെയ്യുന്നു? PW കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് നടത്തുകയാണ്. അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. DYSP ആയിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ വക്കീലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ വീട് കായംകുളത്തല്ലേ? അതെ, പക്ഷേ ടൗണിൽ നിന്ന് കുറച്ച് കിഴക്ക് മാറിയാണ്. കുറ്റിത്തെരുവെന്ന് പറയും. അച്ഛൻ പണ്ട് SI ആയിട്ട് കായംകുളം സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. പേരെന്താണ്? രാമദാസ്. എനിക്കത്ര പരിചയം തോന്നുന്നില്ല. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കൊന്നും പോലീസുകാരെ അറിയേണ്ടി വരില്ല സാറേ, ചിരിച്ചുകൊണ്ട് ജയപ്രസാദ് പറഞ്ഞു. വിശ്വനാഥനും ചിരിച്ചു. ഒടുവിൽ ഒരു വലിയ ഹോട്ടലിൻ്റെ മുമ്പിൽ ചെന്ന് കാർ നിന്നു. 2 പേരും ഇറങ്ങിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. വിശ്വനാഥനും സ്വാതിയും കാറിൽ നിന്നിറങ്ങി. വെളിയിൽ ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് വന്ന ധാരാളം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വെളിയിൽ അവർ കണ്ടു. പലരുടെയും ഒപ്പം രക്ഷിതാക്കളും ഉണ്ടായിരുന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ജയപ്രസാദ് വേഗം വന്നു. 1ാമത്തെ നിലയിലായിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം. അയാൾ അവരെ അവിടേക്ക് കൊണ്ടുപോയി. ഒരു ഹാളിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നവർ നിരനിരയായി ഇട്ട കസേരകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്വാതി അവിടെ ചെന്നിരുന്നോളൂ, പേര് വിളിക്കും, ജയപ്രസാദ് പറഞ്ഞു. ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം മോളെ, വിശ്വനാഥൻ പറഞ്ഞു. രണ്ടുപേരോടും അനുവാദം വാങ്ങി സ്വാതി കോൺഫറൻസ് ഹാളിൽ ചെന്ന് മറ്റുള്ളവരോടൊപ്പം ഇരുന്നു. നമുക്കൊരു ചായ കുടിച്ചാലോ സാർ? ജയപ്രസാദ് ചോദിച്ചു. ജയപ്രസാദിന് പോകാൻ തിരക്കില്ലേ? ഒട്ടുമില്ല, ഞാനിന്ന് ഫ്രീ ആക്കി. വർക്ക് സൈറ്റിൽ വേറെ ജോലിക്കാരുണ്ട്. വിശ്വനാഥനെ അയാൾ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. AC റെസ്റ്റോറൻ്റായിരുന്നു അത്. ആളുകൾ വളരെ കുറവ്. അവർ ഒരു മേശയുടെ ഇരുവശത്തുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ഞാൻ ചോദിക്കാൻ മറന്നു. ഉവ്വ്, ഇഡ്ഡലിയും സാമ്പാറും തന്നിട്ടാണ് പത്മിനി ഞങ്ങൾ വിട്ടത്, വിശ്വനാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 ചായയ്ക്ക് ജയപ്രസാദ് ഓർഡർ നൽകി. സാദിക്ക് വിവാഹാലോചനകൾ വല്ലതുമുണ്ടോ സാറേ? ചിലതൊക്കെ വന്നിട്ടുണ്ട്. ജോലി കിട്ടിയിട്ട് മതിയെന്നാണ് അവൾ പറയുന്നത്. കുട്ടികളെല്ലാം അങ്ങനെയേ പറയൂ. ശമ്പളം വാങ്ങി സ്വന്തം നിലയിൽ കുറച്ചുനാൾ ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. പക്ഷേ യോജിച്ച ആലോചന വന്നാൽ അത് നടത്തുന്നതാണ് ബുദ്ധി. അതെ, ഞാനും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അന്ന് ട്രെയിനിൽ വെച്ച് സ്വാതിയെ കണ്ടപ്പോൾ ആദർശിന് യോജിച്ച കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അനിയനാണ് ആദർശ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി സ്വാതിയെ പരിചയപ്പെടുകയും ചെയ്തു. അനിയൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ എഞ്ചിനീയറാണ്. ഫ്ലാറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കാണാൻ ഒട്ടും മോശമല്ല. സ്വാതിക്ക് നല്ല മാച്ചായിരിക്കും. സാറിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഈ വർഷം തന്നെ അവളുടെ കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിൽ സാറിൻ്റെ നമ്പർ ഒന്ന് തരൂ. വിശ്വനാഥൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ജയപ്രസാദ് അത് മൊബൈലിൽ സേവ് ചെയ്തു. ചായ വന്നു. സംസാരിച്ചുകൊണ്ട് അവർ അത് കുടിച്ചു. ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും ഉച്ചയാകും. സാറിനെയും സ്വാതിയെയും ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ സ്വാതിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അതെ. ചായ കുടിച്ചു കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. ഞാനെന്നാൽ പോയിക്കോട്ടെ സാർ, ഞാൻ വിളിക്കാം. എന്തായാലും ഇനി കാണണം. ശരി, ജയപ്രസാദ് ചെല്ല്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജയപ്രസാദ് നേരെ വീട്ടിലേക്കാണ് പോയത്. സ്വാതിയെ കണ്ടെന്നും അവളും അച്ഛനും കോട്ടയത്തുണ്ടെന്നും എല്ലാവരോടും പറയാനായിരുന്നു അയാൾക്ക് തിടുക്കം. വീട്ടിൽ രാമദാസും സുലോചനയും രേണുകയും ഉണ്ടായിരുന്നു. ജയപ്രസാദ് അക്കാര്യം അവരോട് പറഞ്ഞപ്പോൾ സുലോചന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. നമുക്ക് പോയി ആ കുട്ടിയെ ഒന്ന് കണ്ടാലോ? ഏയ്, അവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്നതല്ലേ, അതിൻ്റെ ഇടയിൽ ചെന്ന് കാണുന്നത് മര്യാദയല്ല, രാമദാസ് പറഞ്ഞു. അത് വേണ്ട. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഒന്ന് വിളിക്കാൻ ആ കുട്ടിയുടെ അച്ഛനോട് പറയാമല്ലോ. നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, രേണുക പറഞ്ഞു. അതൊരു നല്ല ഐഡിയ ആണല്ലോ അച്ഛാ. ഞാൻ ഇപ്പം തന്നെ സാറിനെ വിളിച്ച് പറയാം. ജയപ്രസാദിന് സന്തോഷമായി. നീ പറ മോനെ, സുലോചന പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ തന്നെ വിശ്വനാഥിനെ ജയപ്രസാദ് വിളിച്ചു. സാറേ, സ്വാതിയുടെ ഇൻ്റർവ്യൂ കഴിയുമ്പം എന്നോടൊന്ന് പറയണേ. അമ്മയ്ക്ക് സ്വാതിയെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞങ്ങൾ അങ്ങോട്ട് വരാം.
സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയതേയുള്ളൂ. ഉച്ചയാകുമെന്ന് തോന്നുന്നു, വിശ്വനാഥ് പറഞ്ഞു. നമുക്കൊന്നിച്ച് ഊണ് കഴിക്കാം. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിടാം. ശരി, ഞാൻ വിളിക്കാം. 11:30 ആയപ്പോൾ തന്നെ എല്ലാവരും വേഷം ധരിച്ച് തയ്യാറായി. ആദർശ് ഇന്ന് എവിടെയാണ്? രാംദാസ് തിരക്കി. അവൻ പാലായിലുണ്ട്, സുലോചന പറഞ്ഞു. ആദർശ് ഉടക്കി നിൽക്കുമോയെന്ന എൻ്റെ സംശയം, രേണുക പറഞ്ഞു. കുറേ കഴിയുമ്പം ഒക്കെ ശരിയാവും മോളെ. എല്ലാ അവസ്ഥകളും താൽക്കാലികമാണ്. രാംദാസ് പറഞ്ഞത് കേട്ട് സുലോചന അയാളെ ഒന്ന് നോക്കി. സ്വാതിയെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെനിക്കുറപ്പാ. ജയപ്രസാദ് ആ സംസാരം അവിടെ അവസാനിപ്പിച്ചു. 12:30 ആയപ്പോഴാണ് വിശ്വനാഥിൻ്റെ വിളി വന്നത്. മോളെ അകത്തേക്ക് വിളിപ്പിച്ചു ജയപ്രസാദേ. ശരി സാർ, ഞങ്ങളിതാ വരുന്നു. കാറെടുത്ത് അപ്പോൾ തന്നെ എല്ലാവരും ടൗണിലേക്ക് പുറപ്പെട്ടു. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ മതി, ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ടുവരാം, ഹോട്ടലിലെത്തിയപ്പോൾ ജയപ്രസാദ് പറഞ്ഞു. അതാ നല്ലത്. റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവർ 6 പേർക്കുള്ള ഒരു മേശയ്ക്ക് ചുറ്റും സ്ഥലം പിടിച്ചു. ജയപ്രസാദ് മുകളിലെ കോൺഫറൻസ് ഹാളിലേക്ക് ചെന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്വാതി അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കലക്കിയോ? ജയപ്രസാദ് അവളോട് തിരക്കി. കുഴപ്പമില്ലായിരുന്നു, അവൾ പുഞ്ചിരിച്ചു. താഴെ എൻ്റെ അച്ഛനും അമ്മയും വൈഫും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഊണ് കഴിക്കാം. ഉടനെ എങ്ങാനും ട്രെയിനുണ്ടോ പോകാൻ? ജയപ്രസാദ് ചോദിച്ചു. 3 മണിക്കാണെന്ന് തോന്നുന്നു, ശബരി എക്സ്പ്രസ്. ഇനി 2 മണിക്കൂർ സമയമുണ്ടല്ലോ. ആ വണ്ടിക്ക് തന്നെ പോകാം. അവരെയും കൊണ്ട് അയാൾ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. കൗതുകത്തോടെയാണ് സ്വാതിയെ സുലോചനയും രേണുകയും രാമദാസും നോക്കിയത്. ഇതാണമ്മേ ഞാൻ പറഞ്ഞ സ്വാതി, ഇത് അച്ഛൻ. 2 പേരെയും ജയപ്രസാദ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഇരിക്കുമോളെ. സ്വാതിയെ സുലോചന തൊട്ടടുത്ത കസേരയിലിരുത്തി. രാമദാസും വിശ്വനാഥനും സംഭാഷണം തുടങ്ങി. സ്വാതിയോട് സംസാരിച്ചത് സുലോചനയും രേണുകയുമാണ്. അവർക്ക് സ്വാതിയെ ബോധിച്ചു എന്ന മുഖഭാവം കണ്ടപ്പോൾ ജയപ്രസാദിന് മനസ്സിലായി. അയാൾ എല്ലാവർക്കും ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തു. സ്വാതിയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണോ ഇത്? രേണുക ചോദിച്ചു. അല്ല ചേച്ചി, നേരത്തെ 2-3 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. എഴുത്തു പരീക്ഷ പാസ്സാവുക എന്നത് തന്നെ നിസ്സാരമല്ല മോളെ. നിനക്ക് ഏതെങ്കിലും ഭാഗിൻ്റെ സെലക്ഷൻ കിട്ടും, സുലോചന പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ സംസാരിച്ചു. അപ്പോഴാണ് രാംദാസിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. ഇടതു കൈകൊണ്ട് അയാൾ ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് നോക്കി. ആദർശാണല്ലോ വിളിക്കുന്നത്. എന്താണെന്ന് ചോദിക്കേ, സുലോചന പറഞ്ഞു. അയാൾ കോൾ എടുത്തു. എന്താ മോനെ? വീടടച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടെ എവിടെ പോയത്? ഞങ്ങൾ ടൗണിലുണ്ട്, ആഹാരം കഴിക്കാൻ വന്നതാ. നീ ഇപ്പോൾ എവിടാ? വീട്ടിൽ വന്നപ്പോൾ അടഞ്ഞു കിടക്കുന്നു. ഞാൻ വെളിയിൽ നിൽക്കുക. എന്നാൽ നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അയാൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ശരി. രാംദാസ് മൊബൈൽ വീണ്ടും ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ടു. ആദർശ് വീട്ടിൽ ചെന്നപ്പോൾ ആരുമില്ലെന്ന് കണ്ടു വിളിച്ചതാ. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. അത് നന്നായി, സുലോചന പറഞ്ഞു. വീണ്ടും നിമിത്തം ഒത്തുവരികയാണെന്ന് ജയപ്രസാദിന് തോന്നി. അല്ലെങ്കിൽ പിന്നെ പാലായിൽ നിന്ന് ഈ നേരത്ത് ആദർശിന് വീട്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ ഇളയ മോനിപ്പം വരും, വിശ്വനാഥിനോട് രാംദാസ് പറഞ്ഞു. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരെയും കണ്ടിട്ട് പോകാൻ പറ്റും. വിശ്വനാഥിനും സന്തോഷം മറച്ചു വെച്ചില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ആദർശ് കയറി വന്നു. അയാൾ ചുറ്റും നോക്കുന്നത് കണ്ട് ജയപ്രസാദ് കൈ ഉയർത്തിക്കാട്ടി. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. നീ ഇവിടെ ഇരുന്നോ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഊണ് പൂർത്തിയാക്കിയ ജയപ്രസാദ് എഴുന്നേറ്റു. ഇതാ മോളെ ആദർശ്, സുലോചന പറഞ്ഞു. സ്വാതി മുഖമുയർത്തി ആദർശിനെ ഒന്ന് നോക്കി. അപ്പോൾ അയാൾ ഒന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. സ്വാതി പെട്ടെന്ന് മുഖം കുനിച്ചു. പക്ഷേ ആദർശ് അവളിൽ നിന്ന് കണ്ണുകൾ എടുത്തതേയില്ല. പുതിയ വീട്ടിലെ പാലുകാച്ചൽ ചടങ്ങ് വളരെ ലളിതമായിട്ടാണ് നടത്തിയത്. ചെറിയ സ്റ്റീൽ കരത്തിൽ ഗ്യാസ് സ്റ്റൗവിൽ തിളപ്പിച്ച പാൽ പതഞ്ഞു പൊങ്ങി. ശൂരനാട്ടിൽ നിന്ന് യമുനയും അപർണയും വന്നു. ഇടയാറന്മുളയിൽ നിന്ന് ഗോപാലകൃഷ്ണ സാറും സൗമ്യ ടീച്ചറും പല്ലവിയും. കുടുംബത്തിന് വെളിയിലുള്ള ആരെയും ക്ഷണിച്ചില്ല. സെറ്റ് സാരി എടുത്ത ഗാഥ ആ വേഷത്തിൽ അതീവ സുന്ദരിയാണെന്ന് ശ്യാമിന് തോന്നി. അല്ലെങ്കിൽ തന്നെ കസവ് കരയുള്ള സാരിയും മുണ്ടുമൊക്കെ ധരിക്കുമ്പോൾ ഒരു ഐശ്വര്യമൊക്കെ താനേ വരും. കാച്ചിയെടുത്ത പാല് പഞ്ചസാര ചേർത്ത് ഗാഥ എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു. അപ്പോൾ നാളെ മുതൽ എങ്ങനെയാണ് 2 പേരുടെയും പരിപാടികൾ? ഗോപാലകൃഷ്ണൻ ശ്യാമിനോട് ചോദിച്ചു. രാവിലെ ഞാൻ ഗാഥയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുചെന്ന് വിടും. എപ്പോഴും എറണാകുളത്തിന് ബസ്സുണ്ടല്ലോ. ഞാൻ അതുവഴി കാറിന് ആലുവയ്ക്ക് പോകും. വൈകുന്നേരം നീ ബാങ്കിൽ നിന്നിറങ്ങാൻ വൈകില്ലേ? സൗമിനി ചോദിച്ചു. കഴിയുന്നത് നേരത്തെ ഇറങ്ങാം, എന്നാലും 8 മണിയെങ്കിലും ആകാതെ വീട്ടിൽ വരാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നില്ല അമ്മേ. ഗാഥ അതിനു മുമ്പേ വരില്ലേ? 7 മണിക്ക് മുമ്പ് ഞാൻ എത്തും അമ്മേ. ശ്യാം വരുന്നതുവരെ അവൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. യമുനയുടെ വാക്കുകളിൽ നേരിയ ആശങ്കയുണ്ടായിരുന്നു. എനിക്ക് പേടിയൊന്നുമില്ല അമ്മേ. മതിലിനപ്പുറത്താണെങ്കിലും തൊട്ടടുത്ത് വീടുകളില്ല. തന്നെയുമല്ല, മുൻവാതിൽ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സേഫായി വിടാം. ശ്യാം ചേട്ടൻ വരുന്നതുവരെ കതക് തുറക്കാതിരുന്നാൽ മതിയല്ലോ. ഗാഥ അമ്മയുടെ പേടി ഇല്ലായ്മ ചെയ്തു. ഗാഥയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അധികം വൈകാതെ മുകളിലത്തെ നിലയിൽ ആരെങ്കിലും താമസത്തിന് വരും. ഇന്നലെ ആരോ വന്ന് നോക്കിയിട്ട് പോയെന്നാ ഗോപിക്കുട്ടൻ സാർ ഓഫീസിലെ വേണു പറഞ്ഞത്, ശ്യാം അറിയിച്ചു. ആരാ ഈ വേണുകുട്ടൻ സാറ്? സൗമിനി ചോദിച്ചു. പുള്ളിയ ഹൗസ് ഓണർ. മുകളിൽ ആരെങ്കിലും താമസിച്ചു വന്നാൽ ഇവർക്ക് ഒരു കൂട്ടായി. ആരെങ്കിലും വരുമെന്നേ. അതിരിക്കട്ടെ, ഉച്ചയ്ക്ക് കഴിക്കാനെങ്ങനെയാ? നമ്മൾ പോകുന്ന വഴി കഴിക്കണോ അതോ? ഗോപാലകൃഷ്ണൻ ചോദിച്ചു. പാഴ്സൽ മേടിച്ചോണ്ട് വരാം, കഴിച്ചിട്ട് പോയാൽ മതി എല്ലാവരും. ശ്യാംകുമാർ കാറെടുത്ത് അപ്പോൾ തന്നെ പോയി.
കുക്കിംഗ് ഒക്കെ എങ്ങനെ മോളെ? സൗമിനി ചോദിച്ചു. രാവിലെയും രാത്രിയിലും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് അമ്മയെ വിചാരിക്കുന്നേ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഗ്യാസുമുണ്ട്, ഗാഥ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, രാത്രിയിൽ കഴിക്കാൻ അവൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരട്ടെ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴേക്ക് പാഴ്സലുമായി ശ്യാംകുമാർ വന്നു. ചോറ് കിട്ടിയില്ല, എല്ലാവർക്കും ബിരിയാണിയാണ് മേടിച്ചത്. എന്തായാലും മതി, വിശപ്പടങ്ങിയാൽ മതിയല്ലോ. ഗാഥ കരിങ്ങാലി വെള്ളം തിളപ്പിച്ചു. കളമശ്ശേരിയിൽ നിന്നാണ് അലോഷ്യസിന്റെ ഏർപ്പാടിൽ ഡൈനിങ് ടേബിളും കട്ടിലും സെറ്റിയും ഒക്കെ കൊണ്ടുവന്നത്. ജനാലയ്ക്കിലും വാതിലിനും ഭംഗിയുള്ള കർട്ടനുകളും ഇട്ട് കഴിഞ്ഞപ്പോൾ വീടിന്റെ ഭാവം തന്നെ അങ്ങ് മാറി. എന്തായാലും ഈ വീട് കിട്ടിയത് ഭാഗ്യം തന്നെ. നല്ല സൗകര്യമുണ്ട്, പുതിയതായതുകൊണ്ട് വൃത്തിയുമുണ്ട്, സൗമിനി പറഞ്ഞു. വാടക എത്രയാണെന്ന് അറിയാമോ അമ്മയ്ക്ക്? ശ്യാം ചോദിച്ചു. എത്രയാണെങ്കിലും വാടക നിന്റെ ബാങ്ക് തരില്ലേ? സൗമിനിയുടെ ചോദ്യം കേട്ട് എല്ലാവരും ചിരിച്ചു. ഇടയാറന്മുളയിൽ നിന്ന് അവർ ടാക്സിയിലാണ് വന്നത്. അതിൽ ഇടമുണ്ടായിരുന്നതുകൊണ്ട് ആ വണ്ടിയിലാണ് യമുനയും അപർണയും മടങ്ങിപ്പോയത്. ചെന്നിട്ട് വിളിക്കാം മോളെ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഗാഥയ്ക്ക് ഇത്തിരി വിഷമം അനുഭവപ്പെട്ടു. അവളുടെ മുഖം വാടിയത് ശ്യാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുപറ്റി? അയാൾ തിരക്കി. പെട്ടെന്ന് ആരുമില്ലാതായതുപോലെ. ഞാനില്ലേ, ഞാൻ പോരെ നിനക്ക്? അവൾ അയാളുടെ നെഞ്ചിൽ മുഖം ചേർത്തു നിന്നു. ഇനി ജീവിതം നമ്മുടേത് മാത്രമാണ്. അച്ഛനമ്മമാരും സഹോദരങ്ങളും വന്നു പോകുന്നവർ മാത്രം. നമ്മൾ രണ്ടുപേരുമാണ് മുന്നോട്ട് തുഴയേണ്ടത്. ശ്യാം ചേട്ടന് ധൈര്യമുണ്ടല്ലോ? ഉണ്ട്. എങ്കിൽ പിന്നെ എനിക്കൊരു പേടിയുമില്ല. പുതിയ സ്ഥലമല്ലേ, ആദ്യം കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അതെനിക്കറിയാം. ഒക്കെ ശീലമാകുമ്പോൾ ഒന്നും ബുദ്ധിമുട്ടാവുകയില്ല. ലീവ് തീർന്ന് പിറ്റേന്ന് മുതൽ ശ്യാമും ഗാഥയും ജോലിയിൽ പ്രവേശിച്ചു. അയാൾ ആലുവയിലേക്കും അവൾ എറണാകുളത്തിനും പോയി. വൈകുന്നേരം 1 മണിക്കൂറോളം വീട്ടിൽ തനിച്ചാവുമെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല. മിക്ക ദിവസവും ഗാഥയുടെ വീട്ടിൽ നിന്ന് വിശേഷങ്ങൾ അറിയാൻ വിളി വരും. ഇടയാറന്മുളയിൽ നിന്ന് പതിവായി വിളിക്കും. 1 മാസം കഴിഞ്ഞപ്പോൾ യമുന അവളോട് ഒരു സ്വകാര്യം ചോദിച്ചു. ഈ മാസം നീ കുളിച്ചോ മോളെ? അമ്മ ചോദിച്ചതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഇല്ലമ്മേ. എത്ര ദിവസമായി? 1 ആഴ്ച കഴിഞ്ഞു. അതെയോ? നീ ഈ കാര്യം ശ്യാമിനോട് പറഞ്ഞോ? ഇല്ല. ഇന്ന് തന്നെ പറയണം മോളെ. ഹോസ്പിറ്റലിൽ ചെന്ന് ഉറപ്പാക്കിയിട്ട് മതി അവൻ്റെ വീട്ടിൽ അറിയിക്കുന്നത്. നല്ല വാർത്ത ഞാൻ പ്രതീക്ഷിക്കുന്നു മോളെ. അന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മടിച്ചാണ് ഗാഥ അക്കാര്യം ശ്യാമിനോട് പറഞ്ഞത്. നമുക്ക് ഡോക്ടറെ കാണാൻ ഒന്ന് പോയാലോ? എന്താ ഗാഥേ? ഞാൻ വന്നപ്പോൾ തന്നെ നിനക്ക് പറയാൻ വയ്യായിരുന്നോ? എപ്പോഴേ പോയിട്ട് വരാമായിരുന്നല്ലോ. എന്തു പറ്റി? പനിയുണ്ടോ അതോ വയറിന് സുഖമില്ലേ? അയാൾ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടു. എൻ്റെ ശ്യാംചേട്ടാ, അതൊന്നുമല്ല കാര്യം. അമ്മ ഇന്ന് വിളിച്ചപ്പം എന്നോട് ചോദിച്ച വിശേഷം വല്ലതുമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ചെറിയ സംശയമുണ്ടെന്ന്. ഡോക്ടറെ കണ്ടാലല്ലേ അത് കൺഫേം ചെയ്യാൻ പറ്റൂ. അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. സത്യം? അത്ഭുതഭാവത്തിൽ അയാൾ അവളെ നോക്കി. അതേന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ. അയാൾ അവളുടെ കൈയെടുത്ത് ആഹ്ലാദത്തോടെ ഉമ്മവച്ചു. എന്താണെന്ന് അറിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ മതി. വെറും സംശയം മാത്രമാണെങ്കിൽ തിരുത്തി പറയുമ്പോൾ അവർക്ക് വിഷമമാകും. അതെനിക്കറിയില്ലേ. ഉറപ്പാക്കാതെ പറയാൻ പറ്റിയ കാര്യമല്ലല്ലോ ഇത്. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റ് കിട്ടുമെന്ന് തോന്നുന്നു. അത് മേടിച്ച് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, അവൾ പറഞ്ഞു. അതൊന്നും വേണ്ട. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടുറപ്പിക്കാം. അതുമതി. ആ ശനിയാഴ്ച 2 പേരും കൂടി എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി. റിസൾട്ട് പോസിറ്റീവായിരുന്നു. പണി പറ്റിച്ച് കളഞ്ഞല്ലോ മോളെ നീ. ശ്യാംകുമാർ അവളെ ചേർത്ത് പിടിച്ചു. ശ്യാം ചേട്ടാ, ഇത് ഹോസ്പിറ്റലാണ്, അവൾ ലജ്ജയോടെ ഓർമ്മിപ്പിച്ചു. അതിനെന്താ, ലോകം മുഴുവൻ കാണട്ടെ നമ്മൾ സന്തോഷം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തന്നെ അയാൾ ഇടയാറന്മുളയിലേക്ക് വിളിച്ച് വാർത്ത അറിയിച്ചു. അതെയോ മോനെ, അടുത്ത ഞായറാഴ്ച ഞങ്ങളങ്ങോട്ട് വരാം. ഗാഥയെ കാണാൻ എനിക്ക് കൊതിയായി, സൗമിനി പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോവാണ്. വേണം മോനെ. മാസത്തിലൊരിക്കൽ ചെക്കപ്പ് നടത്തണം. നല്ല ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം കേട്ടോ മോനെ. ഇവിടെ നല്ല ഡോക്ടർമാരുണ്ടാമേ. സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം ആ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്ത ഡോക്ടർ മോളി ചാക്കോയാണ് അവരെ കാണാൻ കയറിയത്. പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ റിസൾട്ട് അവർ ഡോക്ടറെ കാണിച്ചു. മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര നാളായി? ഡോക്ടർ ചോദിച്ചു. 1.5 മാസം, ശ്യാം പറഞ്ഞു. ഏറ്റവും ഒടുവിൽ മെൻസസ് ഉണ്ടായതെന്നാണ്? ചോദ്യം ഗാഥയോടായിരുന്നു. അവൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അത് സാരമില്ല, അടുത്ത വിസിറ്റിന് വരുമ്പോഴേക്ക് ഓർത്ത് പറഞ്ഞാൽ മതി. സ്കാനിങ്ങിന് ഞാൻ എഴുതി തരാം, അതുകൂടി ചെയ്യൂ. താങ്ക് യു ഡോക്ടർ. അവർ കൺസൾട്ടിംഗ് റൂമിൽ നിന്നിറങ്ങി. 1/2 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു സ്കാൻ ചെയ്യാൻ ഗാഥയെ വിളിക്കാൻ. കുറച്ച് വെയിറ്റ് ചെയ്യൂ, റിപ്പോർട്ട് ഇപ്പോൾ തന്നെ തരാം, സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു. റിപ്പോർട്ടിനായി അവൾ കാത്തിരിക്കുമ്പോഴാണ് ശ്യാംകുമാറിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അയാൾ കോളെടുത്ത് മെല്ലെ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് സ്കാനിങ് റിപ്പോർട്ട് ഗാഥയ്ക്ക് കിട്ടിയത്. അവൾ അതൊന്ന് വായിച്ചു നോക്കി. ലൈഫ് ഫോയസ്റ്റേഴ്സ് വിത്ത് 2.5 months ഗ്രോത്ത്. അവൾ ഞെട്ടിപ്പോയി. വിവാഹം കഴിഞ്ഞിട്ട് വെറും 1.5 മാസം, പക്ഷേ ഗർഭസ്ഥ ശിശുവിന് 2.5 മാസത്തെ വളർച്ച. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ ഗാഥയ്ക്ക് തോന്നി. താഴ്ചയോടെ ഗാഥ കസേരയിലേക്ക് ഇരുന്നു. ഒരു നിമിഷത്തേക്ക് അവളുടെ ഹൃദയമിടിപ്പ് നിരച്ചുപോയി. സ്കാനിങ് റിപ്പോർട്ട് അവളുടെ കയ്യിലിരുന്ന് വിറച്ചു. ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് വെളിയിലേക്ക് നടന്ന ശ്യാം ചേട്ടൻ തിരിച്ചു വരുമ്പോൾ ഈ സ്കാൻ റിപ്പോർട്ട് കാണും. തീർച്ചയായും ശ്യാം ചേട്ടന് സംശയം തോന്നും. സ്കാനിങ് റിപ്പോർട്ടിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നറിയാൻ ശ്യാം ചേട്ടൻ ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോയേക്കാം. തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഡോക്ടർ പറയും. 1.5 മാസത്തിന് ശേഷം ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചു മകൾ വീട്ടിൽ വന്നു കയറുമ്പോൾ അമ്മ ചങ്കുപൊട്ടി മരിച്ചുവെന്ന് വരാം. ഭയത്തോടെ അവൾ കണ്ണുകളടച്ചു. താലി കെട്ടുമ്പോൾ
വധു ഗർഭിണിയായിരുന്നെന്ന് അറിയുമ്പോൾ ഏതെങ്കിലും ഭർത്താവിന് അത് താങ്ങാൻ പറ്റുമോ? തെളിവ് സഹിതം വാദിക്കുമ്പോൾ ഏത് കോടതിയാണ് വിവാഹമോചനം അനുവദിക്കാതിരിക്കുക? ഹൃദയം പിളർക്കുന്ന ഒരു വേദന അവളുടെ ശരീരത്തെ ഒന്ന് പിടിച്ചുലച്ചു. ഏയ്! പെട്ടെന്ന് ആരോ അവളുടെ ചുമലിൽ തൊട്ടു. ഗാഥ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. മധ്യവയസ്ക എന്ന് പറയാവുന്ന ഒരു സാരിക്കാരി അവളുടെ മുഖത്തേക്ക് അനുകമ്പയോടെ നോക്കി നിൽക്കുന്നു. എന്തു പറ്റി? കണ്ടിട്ട് തീരെ വയ്യെന്ന് തോന്നുന്നല്ലോ. അവൾ അവരെ പകച്ചു നോക്കി. ഗർഭിണിയാ അല്ലേ? അവൾ മെല്ലെ തലകുലുക്കി. പെട്ടെന്ന് തലചുറ്റൽ വരും, കണ്ണിൽ ഇരുട്ട് കയറും. അങ്ങനെ വല്ലതും സംഭവിച്ചതെന്ന് അറിയാനാ ഞാൻ. ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. സാരമില്ല, അത് മാറി. അവളൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. കൂടെ ആരും വന്നിട്ടില്ലയോ? ആ സ്ത്രീ വിടാനുള്ള ഭാവമില്ല. ഹസ്ബൻഡ് ഇപ്പം വരും. ഞാനും ഡോക്ടറെ കാണാൻ വന്നതാ. എൻ്റെ നമ്പർ ഇതുവരെ വിളിച്ചില്ല. അപ്പോഴാ ഞാൻ. ശ്യാംചേട്ടൻ എങ്ങോട്ടാണ് പോയത്? ഗർഭപാത്രത്തിൽ മുഴ. കുറേ കൊല്ലങ്ങളായി. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഗർഭം ധരിച്ചിട്ടില്ല. അത് നീക്കം ചെയ്താൽ ചിലപ്പോൾ. നല്ല പ്രായം കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹത്തോടെ ചിലർ കാത്തിരിക്കുമ്പോൾ. ഇടനാഴിയുടെ അറ്റത്തുനിന്ന് ശ്യാംകുമാർ നടന്നു വരുന്നത് പെട്ടെന്ന് ഗാഥ കണ്ടു. അവൾ സ്കാൻ റിപ്പോർട്ട് മടക്കി ഹാൻഡ് ബാഗിനുള്ളിൽ വെച്ചടച്ചു. കഴിഞ്ഞോ ഗാഥെ? അയാൾ അടുത്തു വന്ന് അവളോട് ചോദിച്ചു. കഴിഞ്ഞു. റിപ്പോർട്ട് കിട്ടിയില്ലേ? കിട്ടി. എല്ലാം നോർമലല്ലേ? അതെ. സമാധാനമായി. ഇനി നമുക്ക് പോകാം. ഗാഥ മെല്ലെ കസാരയിൽ നിന്ന് എഴുന്നേറ്റു. വീട്ടിൽ ചെന്നിട്ടായിരിക്കും സ്കാനിങ് റിപ്പോർട്ട് ശ്യാംചേട്ടൻ കാണാൻ ചോദിക്കുന്നത്. അവർ ചെന്ന് കാറിൽ കയറി. അപ്പോഴാണ് ശ്യാംകുമാർ അവളുടെ മുഖം ശ്രദ്ധിച്ചത്. എന്താ ഗാഥെ, നിനക്കൊരു സന്തോഷമില്ലായ്മ? എനിക്കോ? കൊള്ളാം. എന്താ ശ്യാംചേട്ടൻ പറയുന്നത്? ഗാഥ ഒന്ന് ചിരിച്ചു. പക്ഷേ അതൊരു വിളറിയ ചിരിയായിരുന്നു. അയാൾ വണ്ടി മുന്നോട്ടെടുത്തു. അമ്മയെ വിളിച്ച് പറഞ്ഞോ? അയാൾ തിരക്കി. ഇല്ല, ഡോക്ടറെ കണ്ടിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. ഗാഥയുടെ മനസ്സ് അപ്പോൾ ചുട്ടുപൊള്ളുകയായിരുന്നു. തനിക്കിനി ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ശ്യാംചേട്ടൻ സത്യം മനസ്സിലാക്കും. അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും മായ്ച്ചാൽ പോകാത്ത ഒരു കളങ്കവുമായി ജീവിതകാലം മുഴുവൻ നീറേണ്ടി വരും. ഗാഥ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ശ്യാംകുമാർ ചോദിച്ചു. ഇല്ല. കഷ്ടമായിപ്പോയി. ലൈസൻസ് ഉണ്ടായിരുന്നേൽ നിനക്ക് ഞാനൊരു കാർ മേടിച്ചു തന്നേനെ. ഈ സമയത്ത് ബസ് യാത്ര അത്ര നല്ലതല്ല. ഇടപ്പള്ളിയിൽ നിന്ന് എറണാകുളം വരെ പ്രൈവറ്റ് ബസ്സിലുള്ള യാത്ര അത്ര സുഖകരമല്ല. സാരമില്ല ശ്യാംചേട്ടാ, ഞാൻ സൂക്ഷിച്ചു പോയിക്കോളാം. യാത്രയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? എത്രയോ ഗർഭിണികൾ കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സുകളിൽ എന്നും യാത്ര ചെയ്യുന്നു. മനസ്സിലുള്ള ആദ്യം മറച്ചു വയ്ക്കാൻ അവൾ പറഞ്ഞു. മറ്റ് ഗർഭിണികളെ പോലെയല്ലല്ലോ ഈ ശ്യാംകുമാറിൻ്റെ ഗർഭിണിയായ ഭാര്യ. ഈ കളിയും ചിരിയും സാഹസവുമൊക്കെ ഇനി എത്ര ദിവസത്തേക്ക് എൻ്റെ ഈശ്വരാ? എന്തായാലും നീ ഡ്രൈവിംഗ് പഠിക്കണം ഗാഥെ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും അത് ആവശ്യമായി വരും. നിനക്ക് ഞാൻ നല്ലൊരു കൊച്ചു കാർ മേടിച്ചു തരാം. ഈ അവസ്ഥയിൽ ഡ്രൈവിംഗ് പഠനമൊന്നും നടക്കത്തില്ല ശ്യാംചേട്ടാ. അവൾ പറഞ്ഞത് അയാൾക്ക് മനസ്സിലായി. അത് കാരണം ഡ്രൈവിംഗ് പഠനം എന്ന വിഷയം അയാൾ വിട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്കാൻ റിപ്പോർട്ടിൻ്റെ കാര്യം ശ്യാം മറന്നു. അയാൾ അതേക്കുറിച്ച് ചോദിച്ചില്ല. ആ കടലാസ് നശിപ്പിച്ച് കളഞ്ഞാലോ എന്ന് ഗാഥ ആലോചിച്ചെങ്കിലും അങ്ങനെ ചെയ്തില്ല. അവളത് സൂട്ട് കേസിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. വീട്ടിൽ വിളിച്ച് വിശേഷം അറിയിക്കണ്ടേ? ശ്യാംകുമാർ ചോദിച്ചു. വിളിക്കാം. അവൾ മൊബൈലെടുത്ത് അമ്മയെ വിളിച്ചു. എന്താ മോളെ? യമുന ചോദിച്ചു. അമ്മ ഇപ്പോൾ എവിടെയാണ്? വീട്ടിലാണ്. ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു. ഞങ്ങളിന്ന് ഡോക്ടറെ കാണാൻ പോയി. എനിക്ക് അവൾ കാര്യം പറഞ്ഞില്ലെങ്കിലും യമുനയ്ക്ക് മനസ്സിലായി. സത്യമാണോ മോളെ? ഇത്ര പെട്ടെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ അമ്മേ. ശ്യാംചാൻ്റെ വീട്ടിലും അറിയിച്ചു. എല്ലാവർക്കും സന്തോഷം. പിന്നെ സന്തോഷം കാണാതിരിക്കുമോ? എത്രയോ പേർ കല്യാണം കഴിഞ്ഞ് ആറ്റുനോറ്റ് പണച്ചിലവുള്ള ചികിത്സയും നടത്തി. ദൈവം നമ്മളെ പെട്ടെന്ന് അനുഗ്രഹിച്ചല്ലോ. യമുനയുടെ സന്തോഷം അറിഞ്ഞപ്പോൾ ഗാഥയുടെ സങ്കടം കൂടുകയാണ് ചെയ്തത്. ആഹ്ലാദിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൾക്കപ്പോൾ ആദർശിനെ ഓർമ്മ വന്നു. ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും തോന്നുന്നില്ല. സ്നേഹമായിരുന്നു രണ്ടുപേർക്കും. പരസ്പരം സമർപ്പിക്കുകയായിരുന്നു. വേണ്ട, ഇനി അതൊന്നും ഓർക്കാൻ പാടില്ല. താനിപ്പോൾ ശ്യാംകുമാറിൻ്റെ ഭാര്യയാണ്. അവളുടെ മനസ്സിലേക്ക് വേറൊരു പുരുഷൻ്റെ നിഴൽ പോലും വീഴാൻ പാടില്ല. പുറത്തു പോയ വേഷം മാറ്റി ഒരു മുണ്ടും ഷർട്ടും ധരിച്ച് ശ്യാംകുമാർ വന്നു. അമ്മ എന്തു പറഞ്ഞു? വലിയ സന്തോഷമായി. ഇത്ര പെട്ടെന്ന് ഒട്ടും വിചാരിച്ചില്ലെന്ന് അവൾ ആഹ്ലാദം നടിച്ചു. ഞാനും വിചാരിച്ചില്ല. നമുക്ക് തൽക്കാലം യാത്രയൊന്നും വേണ്ട കാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുറേ നാളത്തേക്ക് ഇടയാറന്മുളയ്ക്കോ ശൂരനാട്ടേക്കോ പോകേണ്ടെന്ന് വളരെ സൂക്ഷിക്കണം. ആദ്യത്തെ മാസങ്ങളെന്നാണ് കേട്ടിട്ടുള്ളത്. ബൈക്കിലോ ഓട്ടോയിലുമൊക്കെ പോകാതിരുന്നാൽ മതി. കാറിലോ ട്രെയിനിലോ പോകുന്നതിൽ കുഴപ്പമില്ല. എന്തായാലും ഡോക്ടറോട് ചോദിച്ചിട്ട് മതി. ഏതോ ഡേറ്റ് ഡോക്ടർ ചോദിച്ചല്ലോ. അടുത്ത തവണ പോകുമ്പോൾ അത് കൊടുക്കണം. ഗാഥയുടെ മുഖം വിളറി. ആ ഡേറ്റ് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ലേ കൊടുക്കാതിരുന്നത്? പലവട്ടം കലണ്ടറിൽ നോക്കി ഭയന്ന തീയതിയാണിത്. ആ തീയതി ഡോക്ടറോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ചിലപ്പോൾ സംശയത്തിൻ്റെ ആദ്യത്തെ മുള പൊട്ടിയേനെ. കല്യാണം കഴിഞ്ഞ് 9 മാസം തികയും മുമ്പേ പ്രസവിക്കും എന്നറിയുമ്പോൾ. പക്ഷേ ആ സത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താ ഗാഥെ നിനക്കിത്ര ആലോചന? നീ വല്ലാതെ പേടിച്ച മട്ടുണ്ടല്ലോ. ലോകത്ത് ആദ്യമായിട്ട് എൻ്റെ പൊന്നു മോളല്ലേ ഗർഭം ധരിക്കുന്നത്. വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ് ഗർഭം ധരിക്കലും പ്രസവിക്കലും. ശ്യാം അവളെ ചേർത്ത് പിടിച്ചു. പേടി കാണാതിരിക്കുമോ ശ്യാം ചേട്ടാ?
അത് വേണ്ട. എന്തിനു ഞാനില്ലേ കൂടെ? എപ്പോഴും നീ സന്തോഷവതിയായിരിക്കണം. ഒരു ചീത്ത ചിന്തയും പാടില്ല. അമ്മയുടെ സന്തോഷം കുഞ്ഞിനും പ്രയോജനം ചെയ്യും. അവൾ മിണ്ടിയില്ല. രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തു പോയി കഴിക്കാം, അയാൾ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള മാനസികാവസ്ഥ അവൾക്കില്ലായിരുന്നു. 7 മണിയായപ്പോൾ കുളിച്ച് വേഷം ധരിച്ച് അവർ വീട് പൂട്ടി കാറിൽ ഇടപ്പള്ളിയിലേക്ക് പോയി. അവിടെ ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്താണ് ഗാഥയ്ക്ക് കഴിക്കാൻ തോന്നുന്നത്? അടുത്തടുത്ത കസേരകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശ്യാംകുമാർ ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ പറ്റില്ല. മസാലദോശയോ പറയട്ടെ? ചൂട് മസാലദോശയും വടയും കൊണ്ടുവന്നു. സാമ്പാറിൽ മുക്കി ഒരു കഷ്ണം ദോശ വായിലേക്ക് കൊണ്ടുചെന്നപ്പോൾ ഗാഥയ്ക്ക് പെട്ടെന്ന് മനം പുരട്ടി വന്നു. അവളത് പ്ലേറ്റിലേക്ക് വെച്ചു. എന്താ? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. വേണമെന്ന് തോന്നുന്നില്ല. ചപ്പാത്തി ആയാലോ? ഒരു ചപ്പാത്തി മാത്രം അവൾ കഷ്ടിച്ച് കഴിച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ മുകളിലത്തെ നില അന്ധകാരത്തിൽ, താഴെ മാത്രം വെളിച്ചം. ശ്യാം ചേട്ടൻ വൈകുന്നേരം ബാങ്കിൽ നിന്ന് വരാൻ വൈകിയാൽ ഒറ്റയ്ക്ക്. അവൾക്ക് ആദ്യമായി ഒരു പേടി അനുഭവപ്പെട്ടു. പിറ്റേന്ന് വൈകുന്നേരം ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ശ്യാംകുമാർ ബാങ്കിൽ നിന്ന് വന്നത്. നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് ഇടപ്പള്ളി ബ്രാഞ്ചിലേക്ക് എനിക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടി. അതുകൊണ്ട് ഇത്ര നേരത്തെ പോകണ്ട, കുറച്ച് നേരത്തെ വരികയും ചെയ്യാം. ഗാഥ പുഞ്ചിരിച്ചു. കഥ തുടരും.